ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? നമ്മളെ യൂണിക് ടോക്ക് 37 ആണല്ലോ ഇന്ന്. നമ്മൾ ഓരോ വീക്കായി കണ്ടക്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആഴ്ച പെരുന്നാളായിട്ടോ നമ്മുടെ കണ്ടിന്യൂഷൻ ഒരു ബ്ലോക്ക് വരുത്തുണ്ടല്ലോ എന്ന് കരുതി കണ്ടിട്ടുണ്ടായിരുന്നു. ആരെയും വീഡിയോ മോഡിൽ കാണുന്നില്ലല്ലോ. സബിത മാമനെ മാത്രമാണ് കണ്ടത്. വേറെ ആരും പോസിബിൾ ആയിട്ടുള്ളവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പോഴാണ് നമുക്കും നിങ്ങളെ മുഖത്തിൽ എക്സ്പ്രഷൻ കാണാൻ പറ്റുന്നു, ഒന്നുകൂടെ കണക്ട് ചെയ്തിരിക്കാൻ പറ്റുന്നത്. പിന്നെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ 3 ഇൻസ്ട്രക്ഷൻസ് ആദ്യം പറയാറുണ്ട്. നമ്മളിവിടെ ആരും ജഡ്ജ് ചെയ്യാനൊന്നുമല്ല ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിച്ചു വരുന്നു. ആരും പെർഫെക്റ്റ് അല്ല. നമുക്ക് കുറെ കാര്യങ്ങൾ കൂടുതലായി അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇത് കണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിക്കാണ്. ഇവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയുണ്ടാവും, നമ്മളൊരു ഇന്ററാക്റ്റീവ് മോഡ് തന്നെയാണ് പോവാറ്. നിങ്ങളുടെ അടുത്തുനിന്ന് നമ്മളും സ്വീകരിക്കാറുണ്ട്, നമ്മളെ അടുത്തുനിന്ന് നിങ്ങളും സ്വീകരിക്കാറുണ്ടല്ലോ. ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ പ്ലാൻ ഉള്ളത്. പിന്നെ എല്ലാം അറിയുന്ന ഒരാളായിട്ടിരിക്കാതെ നേരത്തെ പറഞ്ഞു വെച്ച പോയിന്റിനോട് കണക്ട് ചെയ്ത് എന്തൊക്കെയോ എനിക്ക് ഇനിയും അറിയാനുണ്ട്, എവിടേക്കോ കണക്ട് ചെയ്യാനുണ്ട്, ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക. നമ്മൾ പറയില്ല, കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഏറ്റവും അടിപൊളിയാണ്. അവരെപ്പോഴും ക്യൂരിയോസിറ്റി ആയിരിക്കും, ഇനി അടുത്തത് എന്താ, അടുത്തത് എന്താ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കാം. പിന്നെ നമ്മൾ ഫൈറോസിനും എപ്പോഴും പറയും എം ടി കപ്പ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഏറ്റവും ബേസിക്കലി നമ്മളൊക്കെ മനുഷ്യരാണ്, കുറെ കുറവുകളുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. എന്നാലും ചിലതൊക്കെ നമുക്ക് ഉഷാറായി അടിപൊളി നമ്മൾ ട്രൈ ചെയ്യാണല്ലോ. ഇനി അന്നത്തെ വിഷയം അതൊന്നും അല്ല കേട്ടോ. ഇനി ഞാനും അല്ലേ ക്ലാസ് എടുക്കുന്നത്, അഫ്സൽ സർ തന്നെയാണ്. ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് നമ്മളൊക്കെ തോട്ടിൽ വരുന്ന ഒരു കാര്യമാണല്ലോ. നമുക്ക് എന്താണ് മറ്റുള്ള ജീവികളുടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ പറയും ചിന്തിക്കാനുള്ള കഴിവാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് വേറെ കുറെ കാര്യങ്ങളിൽ നമ്മൾ അടിപൊളിയാണ്. അത് ഏതൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ എക്സാമ്പിൾസും സ്റ്റോറീസും എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞ് കറക്റ്റായി നഫ്സൽ സർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിന്റെ മുന്നേ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഞാൻ പോലെ കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ അഫ്സൽ സാറിന്റെ സെഷൻ എടുക്കാൻ വേണ്ടി വെൽക്കം ചെയ്യാണ്. കൂടെ തന്നെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും വെൽക്കം ചെയ്യാണ്. നിങ്ങളൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കുറേ തിരക്കുണ്ടായിട്ടും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ വെൽക്കം സർ. Thank you, Misna. Thank you so much for your warm welcome. First of all, we start with gratitude. ഒരുപാട് നന്ദി. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ നിങ്ങളുടെ സമയം മാറ്റിവെച്ച് നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. ഇവിടെ അത്യാവശ്യം റിനോൺഡ് ആയിട്ടുള്ള കോച്ചസിനെയൊക്കെ കാണുന്നുണ്ട്. താഹിർ സാർ ഉണ്ട്, അതേപോലെ മൈ കോച്ച് സബീദ് ഉണ്ട്. ഒരുപാട് അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എവരി വൺ. പിന്നെ നമ്മൾ സാധാരണ മുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചോദിക്കുകയാണ്. ഓരോരുത്തരും ഇപ്പൊ ഇവിടെ കറന്റ് 15 ആൾക്കാരാണ് കാണുന്നത്. ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്നൊന്ന് ജസ്റ്റ് താഴെ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? കുറെ അറിയുന്ന പേരുകളൊക്കെ കാണുന്നുണ്ട്. മിസ്ന കഴിയുന്ന എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കണേ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ. റമീഷ മലപ്പുറം വളാഞ്ചേരി, പുതിയ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. സബിത രവി പാലക്കാട് ഒറ്റപ്പാലം, അഫ്സൽ സർ നിങ്ങളൊന്ന് മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അൻഷിത മലപ്പുറം, താഹിർ സർ മലപ്പുറം. കുറെ ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ 18 ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. അമ്ന മലപ്പുറം, അമ്ന റിഷ്ഫാൻ, വെറൈറ്റി പേരാണല്ലോ. മലപ്പുറം, സബിത പാലക്കാട്. ഇത്രേ ഉള്ളൂ. കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യട്ടോ. ഫാഹിത്ത ഷബീബ് തൃശ്ശൂർ ഗുരുവായൂർ. കുറച്ച് ആൾക്കാർ പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ കാലിക്കറ്റ് ആണുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ ഇൻഫോർമിംഗ്. ഓക്കെ, ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. ആരൊക്കെയാണ് ആക്റ്റീവ്? എല്ലാവരും റെഡി ആണോ? സെഷന് റെഡി ആണോ? നമ്മളങ്ങനെ ഭയങ്കര ദുനിയാവിൽ ആർക്കും അറിയാത്ത അറിവുകളൊന്നും അല്ല നമ്മളിവിടെ പറയാൻ പോകുന്നത്. അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക കാര്യങ്ങളും. പക്ഷെ അത് നമ്മളൊന്ന് കോംപ്രിഹെൻഡ് ചെയ്ത് നമ്മളൊന്നത് എന്താണ് ആ ആ അറിവിനെ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. മീൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് വരുന്നത് എന്താണ് മനുഷ്യന്മാരെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഇന്ന് ടോപ്പിക്. അത് നമ്മൾക്ക് ഒട്ടുമിക്ക ആൾക്കാരും അറിയുന്ന ഒരു കാര്യം തന്നെ. നമ്മൾ ഒട്ടുമിക്ക ക്ലാസ്സുകൾ ഇപ്പം മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷിഫാന നിലമ്പൂർ, താങ്ക് യു മാം.
അപ്പോൾ ഒട്ടുമിക്ക ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? കാര്യകാരണങ്ങളോട് കൂടി ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണെന്ന് നമ്മൾ പറയാറുണ്ട് എല്ലാ സെഷനിലും. അധിക ക്ലാസ്സിലും നമ്മൾ പറയുന്ന കാര്യം. ദാറ്റ് മീൻസ് ചിന്തകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ലോജിക്കൽ ആൻഡ് കൈൻഡ് ഓഫ് ഇമോഷണൽ ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത്. പക്ഷെ അതൊന്നും അല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യന്മാർക്ക്. ഇപ്പം എല്ലാ ജീവജാലങ്ങളെ പോലെ തന്നെ മനുഷ്യന്മാരും സെയിം ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, ഇപ്പം പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനുഷ്യന്മാരുടെ പ്രത്യേകത അറിയാൻ വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് എല്ലാവരും ഒരു സെയിം മെന്റാലിറ്റിയിലേക്ക് വന്നു. പല പല സിറ്റുവേഷൻസിൽ ഉള്ള ആൾക്കാരാണ്, പല സാഹചര്യങ്ങൾ, പല പ്രശ്നങ്ങളും, പല തിരക്കുകൾക്കും ഇടയിൽ കയറി വന്നവരാണ്. അന്ന് ഒന്ന് മൈൻഡ് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, എല്ലാവരുടെയും ഏകദേശം സെയിം രീതിയിൽ ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. ആരൊക്കെ റെഡി ഉള്ളത് മെഡിറ്റേഷൻ ചെയ്യാൻ? ചെറിയ മെഡിറ്റേഷൻ ആണ്, ഒരു 5 മിനിറ്റ് അത്രയുണ്ടാവും. റെഡി ഉള്ളവരൊന്ന് താഴെ മെൻഷൻ ചെയ്യോ, റെഡി ആണെന്നോ, യെസ് എന്നോ, ഒരു തംസപ്പോ. ആരൊക്കെ ഇവിടെ ആക്റ്റീവ് ഉണ്ട് എന്നറിയാൻ. ഷിഫാന, ഓക്കെ, കുറച്ച് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഒട്ടുമിക്ക ആൾക്കാരും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, എന്നാലും ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ചിട്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെക്കാറില്ല, അതൊന്ന് തിരിച്ചിങ്ങനെ വെച്ചിട്ട് നമ്മളുടെ തള്ളവിരല് തമ്മിൽ കൂട്ടിമുട്ടിച്ചിരിക്കട്ടെ. അങ്ങനെ ഇങ്ങനെ, അത് ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിട്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ വെക്കൊന്നും വേണ്ട, ബോഡിയിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി, റിലാക്സ് ആയിട്ട്, മാക്സിമം റിലാക്സ് ആയിട്ട് ഇരിക്കുക കേട്ടോ. മ്യൂസിക് ഓഡിബിൾ അല്ലേ? കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കും. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe in, hold on and breathe. ദീർഘശ്വാസം എടുത്തു വിടും. ഓരോ ശ്വാസവും മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓരോ ശ്വാസവും വായിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ അതിലൂടെ ഒരു കറുത്ത പുകയായി നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും ട്രോമകളും സാഹചര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. പതിയെ മൂക്കിലൂടെ ശ്വാസമെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ മാക്സിമം എഫേർട്ട് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഓരോ വായു പുറത്തേക്ക് വിടുമ്പോഴും
ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജി എല്ലാം നമ്മുടെ ശരീരമാസകലം ഒരു വെളുത്ത വെളിച്ചം നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പതിയെ നിങ്ങളുടെ ശ്വാസം സാധാഗതിയിലേക്ക് കൊണ്ടുവരിക. സാവധാനത്തിൽ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ആ ശ്വാസത്തിന്റെ ശബ്ദവും ആ ശ്വാസത്തിന്റെ റിതവും ഉള്ളിലേക്ക് എടുക്കുമ്പോഴുള്ള തണുപ്പും പുറത്തേക്ക് വിടുമ്പോഴുള്ള ചൂടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു. പതിയെ അതൊന്ന് ആസ്വദിക്കും. ഓരോ നിമിഷത്തിലും ഓരോ ദിവസത്തിലും നമ്മൾ ലക്ഷക്കണക്കിന് ഇതേപോലെ ഫ്രീ ആയിട്ട് ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുക. ആദ്യമായി ഇന്ന് കിടന്നുറങ്ങിയപ്പോൾ നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവസാനമായി കണ്ട കാര്യത്തെ ഒന്ന് ഓർത്തെടുക്കും. കാണാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കേൾക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ മൂക്കിലേക്ക് ഇപ്പോൾ വരുന്ന ആ മണം, ആ സ്മെൽ, അതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ആ റൂമിലുള്ള സ്മെല്ലായിരിക്കാം, നിങ്ങൾ ഉപയോഗിച്ച സ്പ്രേയുടെ സ്മെല്ലായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിന്റെ മണമായിരിക്കാം. അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ അവസാനമായി കഴിച്ച ഭക്ഷണത്തിന്റെ രുചി ഒന്ന് ഓർത്തെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ വായിലുള്ള രുചി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ശരീരം ഇപ്പോൾ സ്പർശിച്ച ഓരോ ഭാഗവും, നിങ്ങളുടെ കൈകൾ, കാലുകൾ, ഓരോ അവയവങ്ങളും എവിടെയൊക്കെ തൊടാൻ പറ്റിയിട്ടുണ്ടോ, നിങ്ങളുടെ തൊട്ട് മനസ്സിലാക്കാനുള്ള, സ്പർശിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലമുടി മുതൽ കാൽ നഖം വരെയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ആന്തരികാവയവങ്ങളായ തലച്ചോറ്, കിഡ്നി, ലങ്സ്, ഹൃദയം, രക്തഞരമ്പുകൾ, ആ ഞരമ്പുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, നിങ്ങളുടെ വൻകുടൽ, ചെറുകുടൽ, പാൻക്രിയാസ്, സ്പൈനൽ തുടങ്ങിയ ഓരോ അവയവങ്ങൾ, ആന്തരികാവയവങ്ങളെ ഓർത്ത് അതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. നിങ്ങളുടെ തല, കൈകൾ, കാലുകൾ, വയറ് തുടങ്ങിയ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക. നിങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ കഴിച്ച ഭക്ഷണത്തിനും കുടിച്ച വെള്ളത്തിനും
നന്ദി പറയുക. നിങ്ങൾ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീടിന് നന്ദി പറയുക. നിങ്ങളുടെ എല്ലാ കുടുംബക്കാർക്കും നന്ദി പറയുക. നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹോദരി, സഹോദരന്മാർ തുടങ്ങി ഓരോ കുടുംബക്കാർക്കും നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ ടീച്ചർമാർക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വിദ്യാഭ്യാസത്തിന് നന്ദി പറയുക. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രകൾക്ക് നന്ദി പറയുക. ആ യാത്രകൾ ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും നന്ദി പറയുക. ചെരുപ്പ്, ഷൂസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉപകരണങ്ങൾക്കും നന്ദി. ലൈറ്റ്, ഫാന്, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ട്. ആ വീട്ടിലെ ഓരോ ഉപകരണങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളെ ജീവിതത്തിൽ പല മനുഷ്യന്മാരും സപ്പോർട്ട് ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. നമ്മൾ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ തീർത്താൽ തീരാത്തത്ര ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ കർത്താവിലേക്ക് അറിയിക്കുക. നമ്മുടെ പടച്ചവനോട് അറിയിക്കുക. ഓരോ നിമിഷത്തിലും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്നിട്ടും എൻ്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം മുഴുവൻ പ്രശ്നമാണെന്ന് ചിന്തിച്ചതിന് ഞാൻ എൻ്റെ മനസ്സിനോടും എൻ്റെ ആത്മാവിനോടും മാപ്പ് ചോദിച്ചു. നിങ്ങൾ സമാധാനം അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണ, കൈൻഡ്നസ്, ദയ വർദ്ധിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും മറ്റുള്ളവർ നിങ്ങളോടുള്ള പെരുമാറ്റത്തിലും കൈൻഡായി മാറുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ അബണ്ടൻസ് അല്ലെങ്കിൽ സമൃദ്ധി, ബറക്കത്ത് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു പൂർണ്ണ തൃപ്തി അനുഭവപ്പെടും. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. Thank you so much.
അതാരായിരുന്നു പറഞ്ഞത്? സബിത രവി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് ജസ്റ്റ് ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്തായിരുന്നു. അപ്പോ താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കും. ടോപ്പിക് എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്. അതിൽപ്പെട്ട കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വന്നില്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഏത് സാഹചര്യത്തിൽ എവിടെ ഇരുന്നിട്ടും ലോകത്തിന്റെ ഏത് കോണിലേക്കും ഏത് സാഹചര്യങ്ങളിലേക്കും നമ്മുടെ ചിന്ത കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ചിന്തിക്കാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജീവിതത്തിൽ മറ്റുള്ള ജീവജാലങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും മാത്തമാറ്റിക്സ്, സയൻസ് തുടങ്ങിയിട്ട് ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യന്മാർ മാത്രമായിട്ട് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഒരു കാര്യം പോലും മറ്റുള്ള ജീവജാലങ്ങൾക്ക് കണ്ടെത്താനുള്ള സാധ്യത ഇല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളിൽ മാറ്റം ഇത്രയും കാലങ്ങളായിട്ടും വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇപ്പം ഒന്ന് ഉറങ്ങി എണീറ്റ ഫീലാണ്. ഓക്കെ, മെഡിറ്റേഷന്റെ ഫീല് പറയാലോ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ ആർക്കെങ്കിലും അറിയോ ഈ ലോകത്തില് എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയോ? ഈ ലോകത്തിൽ ഏകദേശം എത്ര മനുഷ്യന്മാരുണ്ട്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും? എത്രയാ? 800 കോടി. 800 കോടി. ഓക്കെ, 800 കോടി എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യന്മാര് 800 കോടി മനുഷ്യന്മാർ, ഇന്ത്യയിൽ മാത്രം 140ഓളം കോടി മനുഷ്യന്മാരുണ്ട്. ആ 140 കോടി മനുഷ്യന്മാര് എത്ര ഭാഷകൾ സംസാരിക്കുന്ന അറിയോ ആർക്കെങ്കിലും? ഇന്ത്യയിൽ മാത്രം എത്ര ഭാഷകൾ ഉണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ തന്നെ ഉണ്ട് പല വ്യത്യസ്തമായിട്ടുള്ള. എൻ്റെതൊരു ഭാഷയാണ്, കോട്ടയം ആ ഭാഗത്തൊക്കെ ഒരു ഭാഷയാണ്, എൻ്റെത് കൊടുവള്ളി ഭാഷ. ഇതേപോലെ നമ്മളുടെ ഒഫീഷ്യലി തന്നെ 121ഓളം ഭാഷകളുണ്ട്. പക്ഷെ അൺഒഫീഷ്യലി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 1600ഓളം ഭാഷകൾ ഇന്ത്യയിൽ മാത്രമുണ്ട്. ദാറ്റ് മീൻസ് അതൊന്നും ആദ്യമേ ഇവിടെ ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു. ഭാഷകൾ എല്ലാം പല മനുഷ്യന്മാര് കൂട്ടമായിട്ടിരുന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ഭാഷയാക്കി മാറ്റിയതാണ്. ലോകത്തിലൊട്ടാകെ 800 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഏകദേശം 7000ഓളം ഭാഷകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും രീതിയിൽ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ് ഉള്ളത് ശരിക്കും, അല്ലെ? നമ്മൾ എല്ലാ മതവിശ്വാസ പ്രകാരവും സ്പിരിച്വൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞ സംഭവം, ക്രിയേഷൻ എന്ന് പറഞ്ഞ സംഭവം ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും സൃഷ്ടാവിന്റെ ഒരു ഫാക്ടർ, ചില ഫാക്ടറുകൾ മനുഷ്യന്മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് സാധനം ആയിക്കോട്ടെ, ഭാഷകൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവുകളും. ഇപ്പം ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയില്ല, ലോകത്തിലില്ലാത്ത പല ഐറ്റംസും കണ്ടെത്താനുള്ള കഴിവുകൾ മനുഷ്യന്മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് പല രീതിയിൽ പ്രൊഡക്റ്റുകളും സർവീസുകളും മാത്രമല്ല, കല ആയിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, പല ബിൽഡിങ്ങുകൾ രൂപത്തിൽ കണ്ടെത്തുന്നുണ്ട്. അതേപോലെ ലിറ്ററേച്ചർ, ചില ആളുകള് നമ്മൾ വിചാരിക്കും, ചില പുസ്തകങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് വില്യം ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ആളൊക്കെ അല്ലേ, ഭയങ്കര ഒരുപാട് ഒരു അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും ലോകത്തില്. ആ ആള് ജീവിച്ചത് 1625, 1600 ആ ഒരു റേഞ്ച് വർഷങ്ങളിലാണ്. ദാറ്റ് മീൻസ് ഏകദേശം 400 ചില്ലാൻ വർഷം ഓൾറെഡി കഴിഞ്ഞ് ആ മനുഷ്യൻ മരിച്ചു പോയിട്ട്. പക്ഷെ ഇപ്പോഴും ആ മനുഷ്യന്റെ ആ കലാരൂപം ഉണ്ടല്ലോ, ആ ലിറ്ററേച്ചർ എന്ന സംഭവം ഇപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിപ്പോഴും വായിച്ചിട്ട് അതിൽ നിന്ന് അറിവ് ശേഖരിക്കുന്ന മനുഷ്യന്മാരില്ലേ. ദാറ്റ് മീൻസ് മനുഷ്യന്മാർക്ക് മരണപ്പെട്ടാൽ പോലും ഭൂമിയിൽ നിലനിൽക്കാനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട്. ചിന്തകൾ ത്രൂ, അറിവ് ത്രൂ, നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മളെ കഴിവുകൾ കറക്റ്റ് മനസ്സിലാക്കിയെടുത്ത് അത് നമ്മൾ
മറ്റുള്ള മനുഷ്യന്മാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന സമയത്ത്, അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാർക്ക് എല്ലാ കാലഘട്ടത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റായി മാറുന്ന സമയത്ത് നമ്മളും ഈ ലോകത്ത് നിന്ന് മരിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ സെമിത്തേരിയിൽ പോകുന്നുണ്ടായേക്കും, പക്ഷെ മരിക്കാതിരിക്കാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? ശരിക്കും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്മാർക്കും ഇതേപോലെ മരിക്കാതിരിക്കാതെ, ദാറ്റ് മീൻസ് മറ്റുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് അകലാതിരിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ചില ആളുകളുടെ സ്വഭാവ നൈപുണ്യം കൊണ്ടായിരിക്കാം, ഇതേപോലുള്ള സംഗീതം കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് പല രീതിയിൽ ഡിവൈൻ ഫോഴ്സിലേക്ക് എത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് അവരൊന്നും ഒരിക്കലും, എത്രയോ വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആ ഡിവൈൻ കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞത്, അല്ലാതെ തന്നെ അതും ആ പല മനുഷ്യന്മാരുടെ വാക്കുകളാണ്, പല മനുഷ്യന്മാരുടെ സംഗീതമാണ്. അതേപോലെ ബിൽഡിങ്ങുകൾ, ഒരുപാട് വർഷങ്ങൾ മുന്നേ ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ഓരോ ബിൽഡിങ്ങുകളും ഇപ്പോഴും ലോകത്തിൽ നിലനിൽക്കുകയാണ്. ദാറ്റ് മീൻസ് മനുഷ്യന്മാർക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നെ പല പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ഫാക്ടറാണ് മറ്റുള്ള ജീവജാലങ്ങളെ. അപ്പം ഏത് ജീവജാലങ്ങൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കാൻ അറിയാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ജീവനാ പറയുക? പൊതുവെ നമ്മൾ പറയാറ് ഈ ഡോഗ് അല്ലെങ്കിൽ പട്ടികൾക്ക്, നായകൾക്ക് ഭയങ്കര എന്താണ് ലോയൽറ്റി എന്ന് പറയുന്നത് കേൾക്കാറില്ലേ? ദാറ്റ് മീൻസ് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു നേരം ഭക്ഷണം കൊടുത്താൽ പോലും അവര് എല്ലാ കാലത്തും ആ നന്ദി കാണിക്കുന്നു പറയാറില്ലേ? പക്ഷെ മനുഷ്യന്മാർക്കും അതിനേക്കാൾ കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ലോയൽറ്റി, അല്ലെങ്കിൽ അത് ഒരു കരുണ കാണിക്കാനുള്ള കഴിവ് മനുഷ്യന്മാർക്ക് ആ മൃഗങ്ങളെക്കാൾ കൂടുതലുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മനുഷ്യന്മാര് ചെറുപ്പത്തിൽ ജനിക്കുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ മിസ്ന പറഞ്ഞ പോലെ വളരെ ഒരു ആവശ്യമില്ലാത്ത പ്രോഗ്രാമും നമ്മളുടെ മനസ്സിലില്ല. ആ സമയത്ത് വളരെ നല്ല ഹൃദയത്തോടു കൂടി, വെളിച്ചമുള്ള ഹൃദയത്തോടു കൂടി, ക്യൂരിയോസിറ്റിയോടുകൂടി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാനും ദേഷ്യമോ വെറുപ്പോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതെയാണ് നല്ല ഒരു ജമ്മായിട്ടാണ് ഓരോ മനുഷ്യന്മാരും ഇവിടേക്ക് വരുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ആ ജനിച്ച സമയം തൊട്ട്, പിന്നെ ജനിച്ച സമയം തൊട്ട് മാത്രമല്ല, ജനിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ആ അമ്മ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളും വാക്കുകളൊക്കെ, ചിന്തകൾ പോലും ആ കുട്ടീനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ജനിച്ച് വന്ന് പിന്നെ സംസാരിക്കാനും അല്ലെങ്കിൽ കുറച്ച് വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറെ ചിന്തകളും അതേപോലെ പല പല സാഹചര്യങ്ങളും ആ കുട്ടി ഇങ്ങനെ മാറി മാറി വരികയാണ്. ആ നല്ല ഒരു കളങ്കവും ഇല്ലാത്ത ആ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നെഗറ്റിവിറ്റി നിറച്ച് നമ്മളെപ്പോലെ ഇവിടെ ഇടക്കിടക്ക് അഹങ്കാരവും ഇടക്കിടക്ക് നന്ദികേടും ഇടക്കിടക്ക് ദേഷ്യവും ഒക്കെ വരുന്ന ആൾക്കാരായി മാറുകയാണ്. നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ അങ്ങനെ ആക്കി മാറ്റുന്നത്. പക്ഷെ ജന്മന നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരത്ര നന്ദി പ്രകടിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു ജീവി ഇല്ല. നമ്മൾക്കത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കുറച്ച് വളർന്നു വലുതാവുമ്പോഴേക്ക് നമ്മൾ ടോട്ടലി നെഗറ്റീവ് പ്രോഗ്രാം കയറിപ്പോവാണ്. കാണുന്ന സിനിമകളായിക്കോട്ടെ, കാണുന്ന വീഡിയോസ് ആയിക്കോട്ടെ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, എവിടെ ചെന്നാലും ഒരു 80% ഇൻഫർമേഷൻസും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിക്കൊണ്ടാണ്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ, നമ്മളുടെ ആവറേജ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോസർ ആയിട്ടുള്ള 5 ആൾക്കാരുടെ ആവറേജ് ആണെന്ന് പറയുന്നത്. അത് വളർന്നു വരുന്ന സമയത്ത് മാത്രമല്ല, ചെറുപ്പം മുതലേ അത് തന്നെയാണ് നമ്മളുടെ ആവറേജ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പം ആ വാല്യൂസ് ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മൂല്യങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് പ്രത്യേകമായിട്ട് കിട്ടിയത്. അത് ഈ കൾച്ചർ ഇപ്പം ഓരോ സമുദായമാക്കി മാറ്റിയത്, ഓരോ മതമാക്കി മാറ്റിയത് ഒക്കെ മനുഷ്യന്മാരാണ്. എല്ലാവരും ഒരേ ദൈവത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കറിയെങ്കിൽ പോലും മനുഷ്യന്മാർ അത് പല പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓരോരുത്തർക്കുള്ള വിശ്വാസപ്രകാരം ചെറിയ ചെറിയ ലീഡർഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് പല രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. കൾച്ചറുകൾ ബിൽഡ് ചെയ്തതൊക്കെ, ഈ മൃഗങ്ങൾക്ക് കൾച്ചർ എന്ന് പറഞ്ഞ സംഭവമില്ല. അവർക്ക് എല്ലാവരും ഒരു രീതിയിലുള്ള ജീവിയാണ്. അത് എല്ലാ നാട്ടിലുള്ള സെയിം ജീവികൾക്കും ഒരേ, കുരങ്ങ് എന്ന് പറഞ്ഞ ജീവി ഏത് നാട്ടിൽ, ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരേ കൾച്ചറാണ് അല്ലെങ്കിൽ ഒരേ വാല്യൂസാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന്മാരൊന്ന് ആലോചിച്ച് നോക്കി, നാടുകൾ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇങ്ങനെ
ഓരോ മാറ്റങ്ങൾ കാണാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ഒരു എന്താ പറയാ, അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. ഓരോ രാജ്യങ്ങൾ തമ്മിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോ രാജ്യങ്ങളിലുള്ള മനുഷ്യന്മാരോട് സംസാരിക്കുന്ന സമയത്തും അവരുടെ വേ ഓഫ് ടോക്കിങ്ങിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, അവരുടെ ബിഹേവിയറിൽ ചിലപ്പോൾ ചില വ്യത്യാസം ഉണ്ടാവും, അവരുടെ ചിരിയിൽ പോലും ചിലപ്പോൾ ചില നാട്ടിലുള്ള ആൾക്കാർ പൊതുവെ ചിലപ്പോൾ കുറച്ച്, എല്ലാ നാട്ടിലും നല്ല ആൾക്കാരും മോശം ആൾക്കാർ, ദാറ്റ് മീൻസ് എല്ലാവരിലും നന്മയുണ്ട്, എല്ലാവരിലും ആ ഒരു ജമ്മുണ്ട് ഉള്ളിൽ. പക്ഷെ സാഹചര്യങ്ങൾ കാരണം, കണ്ടു വളരുന്ന സാഹചര്യങ്ങൾ കാരണം പല പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു പല പല ഡിസ്ട്രിക്റ്റുകൾ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റും ചില നാട്ടിൽ ആ നാട്ടിലെ ആൾക്കാർ കുറച്ച് പെശകാണ്, ഓരോയിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ രീതിയിൽ നമ്മൾ പറഞ്ഞേക്കാറില്ല. ഏത് നാട് എന്ന് ഞാൻ പറയുന്നില്ല. മീൻസ് അങ്ങനത്തെ ഒരു വിശ്വാസം, അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് കണ്ട് കണ്ട് കേട്ട് കേട്ട് നമ്മളുടെ ജീവിതത്തിൽ 83% കാര്യങ്ങളും നമ്മൾ കാണുന്നതും 11% കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതുമാണ് നമ്മളുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നതെന്ന് പറയാറില്ലേ. അതേപോലെ ആ കാണുന്നതും കേൾക്കുന്നതും അവരുടെ ജീവിതത്തിലേക്ക് അവര് പ്രോഗ്രാമായിട്ട് സ്വീകരിക്കുകയാണ്. പിന്നെ അതിനനുസരിച്ചാണ് അവരുടെ ബിഹേവിയർ വരുന്നത്. പിന്നെ വരുന്നതാണ് കപ്പാസിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സംഭവം മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെന്ന് വിചാരിച്ചാല് ഏതൊരു മനുഷ്യനും ഇന്ന് മുതൽ ഞാൻ മാറാൻ പോവുകയാണെന്നൊരു ഉറച്ചൊരു തീരുമാനം ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അവരുടെ ആരോഗ്യമായിക്കോട്ടെ, അവരുടെ കരിയർ ആയിക്കോട്ടെ, അവരുടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, ഏതിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അപാര ശക്തി നമ്മളുടെ ഉള്ളിലും, അത് വേറെ ഒരു ജീവജാലങ്ങൾക്കും ഇല്ല കേട്ടോ. ഇപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും മറ്റുള്ള ജീവജാലങ്ങൾക്ക് നാളെ മുതൽ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാണ്, ഞാനൊന്ന് ഫിറ്റ് ആവണം, അല്ലെങ്കിൽ കുറച്ച് ബുക്സ് വായിക്കാൻ പോവാണ്, എനിക്കൊന്ന് കുറച്ച് അറിവുകൾ ശേഖരിക്കണം, അല്ലെങ്കിൽ ഞാനൊന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പോവാണ്, എനിക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് കാമാക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവില്ല. ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സംഭവം മനുഷ്യന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ളതാണ്, യൂണീക്ലി ഫോർ ഹ്യൂമൻ ആണ്. അതേപോലെ തന്നെ ക്യാൻ ലേൺ, ഇവോൾവ് ആൻഡ് റീപ്രോഗ്രാം ദ മൈൻഡ്. നമ്മൾക്ക് ഇതുവരെ ജീവിതത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് കേറിപ്പോയിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് മാറ്റി റീപ്രോഗ്രാം ചെയ്യാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യുന്നത്? നല്ല ശീലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് റീപ്രോഗ്രാം ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. ആ ശീലങ്ങൾ മാറ്റിയിട്ട് ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻസും മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ സഹായമൊക്കെ ആയിട്ട് മാറാനും ഉള്ളൊരു കഴിവ് മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ എന്താ സംഭവം എന്നറിയോ? നമുക്ക് ഇങ്ങനെ കുറെ സംഭവങ്ങൾ സ്പെഷ്യലായിട്ട്, നമ്മൾ സ്പെഷ്യലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയെങ്കിൽ പോലും പല മനുഷ്യന്മാരും എന്താണ് വിചാരിക്കുന്നതെന്നല്ല, പല മനുഷ്യന്മാരും ഇപ്പോഴും സ്വയത്തെ പറ്റി ഒന്ന് ചിന്തിക്കാനോ, അല്ലെങ്കിൽ സ്വന്തം ക്വാളിറ്റീസ് എന്താണ്, ടാലന്റുകൾ എന്താണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ എന്താണെന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയം ഒട്ടുമിക്ക മനുഷ്യന്മാർക്കും ഇല്ല. കാരണം എന്താണ്? ഒട്ടുമിക്ക സമയത്തും ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, തൊട്ടടുത്ത ആളുകളുമായിട്ട്, കുടുംബക്കാരുമായിട്ടൊക്കെ നമ്മളിങ്ങനെ അധിക സമയത്ത് നമ്മളിങ്ങനെ കമ്പാരിസൺ തോട്ട്സിൽ ഇങ്ങനെ ലയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരിക്കലും ഇപ്പൊ സ്ഥിരമായിട്ട് ഡോപ്പമൈൻ റിലീസ് കിട്ടി, ഡോപ്പമൈൻ ഇങ്ങനെ കിട്ടിക്കൊണ്ട്, ഹോർമോൺ ഉണ്ടല്ലോ, ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പമൈൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഫോണ് നോക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റൂല. അതിൽ ഇപ്പൊ നിങ്ങൾ തന്നെ കുറെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചില ആൾക്കാരൊക്കെ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. ആ ക്ലാസ്സിന് ജോയിൻ ചെയ്തില്ല എന്താ ചെയ്യുക? വീട്ടിലിരുന്നിട്ട് ഒരു സൈഡിൽ, ബെഡിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ കിടന്നിട്ട് തോണ്ടിയിട്ട് എത്ര സമയമാണെങ്കിലും രാവിലെ മുതൽ രാത്രി വരെ ഭക്ഷണം ആരെങ്കിലും കൊണ്ടു തരികയാണെങ്കിൽ സെയിം പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നത്. അങ്ങനെ ഒരു കംഫേർട്ട് സോണിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി പവർ പുറത്തു കൊണ്ടുവരാനൊന്നും നമ്മളിൽ ഒട്ടുമിക്ക മനുഷ്യന്മാരും ചിന്തിക്കുന്നില്ല. അതിനു വേണ്ടിയുള്ള ആക്ഷൻസ് ജീവിതത്തിൽ എടുക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ആരാണ്? ഞാനിപ്പോ ഈ ലോകത്തേക്ക് വന്ന എന്തിനാ? വെറുതെ ഇപ്പൊ എല്ലാരും ജീവിക്കുന്ന പോലെ ഒരു എന്തെങ്കിലും 10ാം ക്ലാസ് പഠിച്ച്, +2 പഠിച്ച്, ഏതെങ്കിലും ഡിഗ്രി എടുത്ത്, PG എടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുറച്ചു കാലം, എന്നിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് മക്കളൊക്കെ ഉണ്ടാക്കി, മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്
അങ്ങ് മരിച്ചു പോവാനാണോ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തേക്ക് ജീവിപ്പിച്ചിട്ടുള്ളത്? ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, മനുഷ്യന്മാർ 800 കോടി ഉണ്ടെങ്കിൽ പോലും എല്ലാ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള വിരലടയാളങ്ങളും കൃഷ്ണമണിയും DNA ഒക്കെ കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള. അതുകൊണ്ടാണ് നമ്മളെ പാസ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടാണ്. ദാറ്റ് മീൻസ് പാസ്പോർട്ടിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് എന്തുകൊണ്ടാ? അതിലുള്ള സെയിം വിരലടയാളങ്ങളും ഐറിസും കൃഷ്ണമണിയും മറ്റൊരു മനുഷ്യൻ ഉണ്ടാവൂല. ആ രീതിയിൽ ഈ ചെറിയൊരു സ്പോട്ടിന്റെ ഉള്ളിൽ ഈ എത്ര ചെറുതാണ് ഒരു കണ്ണ്, ഒരു 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 വിരലിന്റെ അത്ര അല്ല, ഇതിന്റെ ഉള്ളിൽ 800 കോടി പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ 800 കോടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ള നമ്മളെ ദൈവത്തിനുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉള്ള കഴിവുകളും കഴിവുകളും തന്നിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരാൾ മാത്രം കഴിവില്ലാത്തവരായിട്ട് ജനിക്കുക, മറ്റുള്ളവർ കുറെ കഴിവുള്ളവരായിട്ട് ജനിക്കുക, അങ്ങനെയല്ല. നമ്മളുടെ എല്ലാവരിലും ഉണ്ട് യുണീക്ക് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകൾ. പക്ഷെ നമുക്ക് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പല സമയത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് സെൽഫ് അവെയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന സംഭവമുണ്ട്. നമുക്ക് ആത്മബോധം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെൽഫിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതും മനുഷ്യന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അധിക മനുഷ്യന്മാരും, ചില ആളുകൾ ചെറുപ്പത്തിലെ ഇപ്പൊ അവരുടെ കഴിവുകൾ കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ മനുഷ്യന്മാർ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കൂടുതൽ ടൈമും അവർക്ക് കൂടുതൽ നല്ല സന്തോഷത്തോടു കൂടി ഹാപ്പിനെസ്സോടു കൂടി നല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന സമയത്തിന്റെ ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളും വലിയ ട്രാൻസ്ഫോർമേഷൻസും ഇൻകം ജനറേറ്റ് ചെയ്യാനും ഈ ഒരു ആളുകൾക്ക് പറ്റും. ചെറുപ്പത്തിലെ ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക്, പക്ഷെ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല, പക്ഷെ അത് പറ്റുന്ന ആളുകൾക്ക് ഈ ഒരു രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അവരുടെ ജീവിതത്തിൽ. ഇതേപോലെ തന്നെ നമ്മൾ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഡാറ്റാസ് എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അതൊരു നമ്പറുകളുടെയും അതേപോലെ വാക്കുകളുടെയും, വാക്ക് മീൻസ് ലെറ്റേഴ്സിന്റെയും നമ്പേഴ്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ആ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ടോട്ടലി കണ്ടെത്തിയത് മനുഷ്യന്മാർ മാത്രമാണ്. ഇതേപോലെ തന്നെ നമുക്ക് ശരിക്കും എന്തെങ്കിലും ഒരു ഇൻഫോർമേഷന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഐഡിയ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ക്രിയേറ്റീവ് ആവണം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം എന്നുള്ളൊരു തോട്ടോട് കൂടിയിട്ടാണ് അധികം ആൾക്കാരും ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും അറിവുകൾ ശേഖരിക്കാൻ ചിലപ്പോൾ നമുക്ക് ഗൂഗിൾ നോക്കിയാലോ ChatGPT നോക്കിയാലോ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ക്രിയേറ്റിവിറ്റി പവറിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക്, ഡിസൈനുകളായിക്കോട്ടെ, പ്രൊഡക്റ്റുകളായിക്കോട്ടെ, വാക്കുകളായിക്കോട്ടെ, പുസ്തകങ്ങളായിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, എന്ത് സംഭവങ്ങളാണെങ്കിലും നമുക്ക് ആ ഗോഡ്സ് കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ആ ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് ആർക്കാണോ കണക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പറയില്ല സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മളുടെ ഉപബോധ മനസ്സെന്നാണ് നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ആരാ? നമ്മൾ ആലോചിക്കുക, നമ്മള് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും നമ്മളുടെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മളുടെ ദഹനം ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്, നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ശരീരത്തിന് അങ്ങനെ എന്തോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒരു കഴിവില്ലേ? നമ്മൾ ഇന്റൻഷനലി ചെയ്യല്ലല്ലോ ആ പ്രോസസ് ഒന്നും. ആ ഇന്റൻഷനലി അല്ലാതെ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ആരാ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് മനസ്സിലാവും?
അത് എൻറ്റയർലി ഡിവൈൻ ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു കഴിവാണ്. അത് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. ആ ദൈവികമായിട്ടുള്ള കഴിവിലേക്കും അതേപോലെ ചിന്തകളിലേക്കും നമുക്ക് എപ്പോഴാണോ നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് കൂടുതൽ കണക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്, ആ കണക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരെ ചിന്തിക്കുന്ന രീതിയിലല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ചിന്തിക്കാൻ തുടങ്ങുക മാത്രമല്ല, നമ്മൾക്കൊരു വിശ്വാസവും വരും, നമ്മളുടെ ഉള്ളിലും ക്രിയേറ്റ് ചെയ്യാനുള്ള, സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മളുടെ ഉള്ളിലുണ്ട്. ദാറ്റ് മീൻസ് ഇമ്പോസിബിൾ ആയിട്ട് ഇതുവരെ ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ മൈൻഡിലേക്ക് വന്നാൽ പോലും ചില കാര്യങ്ങൾ ചില ആളുകളുടെ ടാലന്റിനെയും ഗിഫ്റ്റിനെയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെ ഒരു ഐഡിയ വരുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കും. എന്ന് പറയാൻ കാരണം, ഞാനിപ്പോ മൈൻഡിന്റെ സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ പറയുന്നതാണ്. ഇപ്പൊ അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു സംഭവം കണ്ടുപിടിച്ചതിനെ കുറിച്ച്. അപ്പൊ അത് ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, ആളിങ്ങനെ ഒരു ആപ്പിൾ മരത്തിന്റെ ചോട്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു കഥ ആയിരിക്കും. ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്ന സമയത്ത് തലയിൽ ആപ്പിൾ വീണ സമയത്ത് നമ്മളാണെങ്കിൽ പൊതുവെ നമ്മൾ ചിന്തിക്കുക എന്താണ്, എന്തുകൊണ്ടാണ് ആപ്പിള് നിന്റെ തലയിൽ തന്നെ വന്ന് വീണത്, ഒരുപാട് സ്ഥലം ഇവിടെ വേറല്ലേ, എന്തൊരു പണ്ടാര ആപ്പിളാണിത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂലേ. പക്ഷെ ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് ചിന്തിച്ചത്, എങ്ങനെ ഇതെന്തുകൊണ്ടാ താഴോട്ട് നിന്റെ തലയിലേക്ക് വീണത്, മുകളിലേക്ക് പോവാത്തത്? ആ ഒരൊറ്റ ഒരു ചിന്തയിൽ നിന്നാണ് എന്തോ ഒരു ഫോഴ്സ് ഇതിന്റെ ഇടയിലുണ്ട്. ദാറ്റ് മീൻസ് നമ്മളെ ഭൂമിയിൽ നിന്നും എന്തോ ഒന്ന് നമ്മളെ, ദാറ്റ് മീൻസ് നമ്മളുടെ ഭൂമിയുടെ താഴ്ചയിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ് ഇതിന്റെ ഇടയിലുണ്ട് എന്ന് ആ മനുഷ്യൻ വിശ്വസിച്ച്. നോർമൽ മനുഷ്യന്മാരാണെങ്കിൽ വിശ്വസിക്കൂല, പക്ഷെ ആ മനുഷ്യൻ അത് വിശ്വസിച്ച് അതിനു വേണ്ടി പ്രയത്നം. നമ്മളാണെങ്കിൽ അങ്ങനത്തെ ഒരു എഫേർട്ട് എടുക്കും, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ നമുക്ക് തോന്നൂല, കാരണം നമ്മൾ ഒന്നെങ്കിൽ ആ സമയത്തും ആ പ്രശ്നത്തിലേക്കാ ഫോക്കസ് ചെയ്യാം. ആ ആപ്പിള് വീണു വേദന ആയി എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ചിന്തകൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരൂല. പക്ഷേ ഓരോ നിമിഷം ആ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് എന്താ അറിയോ, ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ 100 അടി എടുത്തു വെക്കുന്ന സമയത്ത്, 100 ഫീറ്റ് മൂപ്പർ എടുത്തു വെക്കുന്ന സമയത്ത് താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. ഐ മീൻസ് അവർക്ക് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും, ഓരോ ശ്വാസത്തിനും, ഓരോ കാൽപാദം എടുത്തു വെക്കാൻ പറ്റുന്നതിനും നന്ദി പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. ദാറ്റ് മീൻസ് ജീവിതത്തിൽ ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുള്ളൂ. ആ ഡിവൈൻ ഫോഴ്സിന് ആ ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സംഭവം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായി മാറണം. ഇതേപോലെ തന്നെ വേറെ പിന്നെ മനുഷ്യന്മാർക്ക് ഈ തലച്ചോറ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, തലച്ചോറ്, ബ്രെയിൻ നമ്മൾ പറയാറില്ലേ, ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ കനം എത്രയാണെന്നറിയോ? ഏകദേശം ഒരു നോർമൽ മനുഷ്യന്റെ തലച്ചോറിന്റെ വെയിറ്റ് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? 1.5 കിലോ. ഇത്ര പെട്ടെന്ന് രായൻ സാറാണല്ലേ? രായൻ സാർ നമുക്ക് മെന്ററിങ് ഇല്ലല്ലോ, സാറയിൽ കയറിയില്ലേ? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. 1.5 കിലോ സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ലോകത്തിൽ ഏറ്റവും വലിയ ബ്രെയിൻ ഉള്ളത് ഏത് ജീവിക്കാണ്? ഏത് ജീവിക്കായിരിക്കും ലോകത്തിൽ ഏറ്റവും വലിയ ജീവി? ഏതാ? ആനയാണോ, തിമിംഗലമാണോ, ജിറാഫാണോ? അതാരെങ്കിലും ഒന്ന് പറയോ? തിമിംഗലാണോ, ആനയാണോ, ജിറാഫാണോ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി? ആർക്കെങ്കിലും അറിയോ? കരയിൽ ആന. ഓക്കെ, അല്ല ഞാൻ ജീവി എന്നാ ഉദ്ദേശിച്ചത്. വെള്ളത്തിലാണെങ്കിൽ, വെള്ളവും കരയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്? തിമിംഗലം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. തിമിംഗലാണ്. തിമിംഗലത്തിനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളവും വലിപ്പവും ഒക്കെ ഉള്ളത്. അതിന് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തലച്ചോറുള്ളത്. ദാറ്റ് മീൻസ് അതിന് ഏകദേശം 9 കിലോ ഉണ്ട്, അതിന്റെ ഒരു ആവറേജ് വെയിലിന്റെ തലച്ചോറ് എന്ന് പറയുന്ന സമയത്ത്. പക്ഷേ മനുഷ്യന്മാർക്ക് സൈസ് പ്രകാരം 1.5 കിലോ മാത്രമുള്ള ചെറിയൊരു ബ്രെയിനാണ് കിട്ടിയതെങ്കിൽ പോലും നമ്മളുടെ
കോഗ്നിറ്റീവ് പവർ എന്ന് പറയും. നമ്മളുടെ ന്യൂറൽ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളുടെ ഉള്ളിൽ നമ്മൾ പറയാറില്ല നമ്മളുടെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ മൊത്തം നമ്മളുടെ സ്പൈനൽ കോഡ് ത്രൂ ന്യൂറോൺസ് ത്രൂ ആണ് നമ്മളുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതും നമ്മൾ ഓരോ ആക്ഷൻസ് എടുക്കുന്നതും നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ കോഗ്നിറ്റീവ് പവർ അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് മനുഷ്യന്മാർക്ക് ഭയങ്കര ഹൈ ആണ്. 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് സയൻസ് പ്രകാരം. അത് കറക്റ്റ് ആയിട്ട് ഇപ്പോഴും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. 100 ബില്യൺ ന്യൂറോൺസ് നമ്മളുടെ ശരീരത്തിലുണ്ട്. ആ ന്യൂറോൺസ് ആണ് അത് ഞാൻ അപ്രോക്സിമേറ്റ് പറയാട്ടോ, ഇതുവരെ കണ്ടെത്തിയ പ്രകാരമുള്ളത് പറഞ്ഞതാണ്, അല്ലാണ്ട് പ്രോപ്പർ നമ്പർ അല്ല. പക്ഷെ ആ ന്യൂറോൺസ് ആണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഈ ചിന്തകളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റിവിറ്റി പവറൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ ഫിസിക്കലി നമ്മൾ കാണാൻ ചെറുതാണെങ്കിൽ പോലും വലിയ തലച്ചോറല്ല ആവശ്യം, അതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തന രീതി വ്യത്യസ്തമാക്കി തരാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വ്യത്യസ്തത, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വ്യത്യസ്തത ഉപയോഗപ്പെടുത്തുകയും അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളുടെ പേർപ്പസ് എന്താണ്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലും മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഉപകാരമായിട്ട് മാറാനും നമുക്ക് പറ്റണം. അത് പറ്റാതെ നമ്മളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. 2 എന്താണ്, വേറെന്തെങ്കിലും ഡ്രഗ്സോ ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. 3 എന്താണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയാ അഫെയറുകൾ ഉണ്ടല്ലോ. അഫെയർ തന്നെ നല്ല രീതിയിലുള്ള അഫെയറും ഉണ്ട്, മോശമായിട്ടുള്ള രീതിയിലുള്ള അഫെയറും ഉണ്ട്. ആ അഫെയറിലേക്ക് കടന്നു കഴിഞ്ഞാലും ടോട്ടലി അതിൽ അങ്ങ് ലയിച്ചു പോവുക ചെയ്യാം. എന്റെ ബോയ് ഫ്രണ്ട്, എന്റെ ഗേൾ ഫ്രണ്ട്, അത് തന്നെ എല്ലാ സമയത്തും ചിന്തയിലുണ്ടാവും, ഒട്ടുമിക്ക സമയത്തും. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മളുടെ ഈ ഒരു ചിന്തിക്കാനുള്ള കഴിവും നമ്മളുടെ ഉള്ളിലുള്ള പവറിനെ പുറത്തു കൊണ്ടുവരാനും സാധിക്കാതെ, അതേപോലെ ലേസിനെസ്, ഇതൊക്കെ അതിന്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ലേസിനെസ് ഒക്കെ വരുന്നത് ഇതേപോലെ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ, നമ്മളിപ്പോ കുടുംബത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഇതേപോലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ വരും. പിന്നെ അതിനാണ് ആവശ്യം, മനുഷ്യന്മാരെ പ്രോപ്പറായിട്ട് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം ഈ ലോകത്തുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ്, കൺസ്യൂമർ മൈൻഡ്, നമ്മളെ സെഷൻസിനിടയിൽ നമ്മൾ പറയാറുണ്ട്. ആ കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ നിലനിർത്തിയിട്ട് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള മനുഷ്യന്മാർ, ഈ പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളും സർവീസുകളും കൺസ്യൂം ചെയ്യാന്ന് മാത്രമുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് വെറും ഒരു സ്ലേവ് ആയിട്ടാണ് ഒട്ടുമിക്ക മനുഷ്യന്മാരും ജീവിക്കുന്നത്. സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, കുറെ കൊല്ലങ്ങൾ മുന്നുള്ള കുറെ സബ്ജക്റ്റുകൾ പഠിക്കുന്നു, എന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ജോലിക്ക് കയറിയിട്ട് ഒരു സ്ലേവ് പോലെ ഇങ്ങനെ. അത് ഞാൻ മോശമാണെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ആ സ്പെഷ്യൽ കാര്യങ്ങളെ കണ്ടെത്തുന്ന വേണം. ഇങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മൾ എല്ലാവരുടെ ഉള്ളിലും സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുള്ളത് ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ, അത് ശരിക്കും ദൈവത്തിന്റെ പവറാണ്. ആ പവർ മനുഷ്യന്മാർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഡൈവേർട്ട് ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് വിട്ടു നിന്നിട്ട് നമ്മളുടെ ആവറേജ് ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒന്ന് എഴുതി നോക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു കോഴ്സ് ചെയ്യാൻ ഒന്നും പോണ്ട, ഞാൻ എന്തിനായി ഭൂമിയിൽ ജീവിച്ചതെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാണ്ടി ഇതൊക്കെ എന്തൊക്കെ ഒന്ന് എഴുതി നോക്കിയാൽ ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മളിപ്പം വേറെ പ്രോഗ്രാമിന് ഒന്നും വേണം, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുണീക്നെസ് ഫെസ്റ്റുകളും യുണീക്നെസ് ഓൺലൈൻ വർക്ക്ഷോപ്പുകളും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, മിനിമൽ ആയിട്ടൊന്ന് ചെയ്തു നോക്കുക. സ്വന്തമായിട്ടൊന്ന് ഇരുന്നിട്ട് എഴുതി നോക്കുക. ഞാൻ എന്തിനാ ഇവിടെ ജനിച്ചിട്ടുണ്ടാവുക, ഞാൻ ഇവിടെ ജനിച്ചാൽ എന്തോ ഒരു സീക്രട്ട് എവിടെയോ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. ആ സീക്രട്ട് എന്തായിരിക്കും? എനിക്ക് എന്തൊക്കെ ആയിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റുകൾ? അത് ഒരിക്കലും ഒരു കഴിവല്ല ഉണ്ടാവുക, അതൊരു കോമ്പിനേഷൻ ഓഫ് എബിലിറ്റീസ് ആണ് ഉണ്ടാവുക. ആ കഴിവ് എന്താണെന്നൊക്കെ ഞാൻ എല്ലാ സമയത്തും
ചിന്തയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ഈ മനുഷ്യന്മാർക്ക് വ്യത്യസ്തമായിട്ട് എന്താണ് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വിധം കാര്യങ്ങളൊക്കെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഇന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞു പോയത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നൊരു നോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്തിരുന്നു. അത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടി നോട്ട് ചെയ്തേക്കാം. ഒന്നാമത്തതാണ് അഡ്വാൻസ്ഡ് ഇന്റലിജൻസ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്, അഥവാ ബുദ്ധിശക്തിയും ചിന്തനശേഷിയും. രണ്ടാമത്തതാണ് കോംപ്ലക്സ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് മീൻസ് സങ്കീർണമായിട്ടുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. മൂന്നാമത്തതാണ് മോറൽ ആൻഡ് എത്തിക്കൽ അവയർനെസ്, മൂല്യബോധവും ധാർമ്മിക ബോധവും. 4 ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, സൃഷ്ടിപരമായിട്ടുള്ള കഴിവ്. 5 സെൽഫ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, ആത്മബോധം എന്ന് പറയും. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഹൂ ആം ഐ ആ രീതിയിൽ ചിന്തിച്ചിട്ട് ഡീപ്പ് സെൽഫ് അവയർനെസ്, സ്പിരിച്വലി കണക്ട് ചെയ്യാനും ഫിലോസഫിക്കലി കണക്ട് ചെയ്യാനും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക്. പല സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, ആൽഫ ബീറ്റ തീറ്റ എന്നൊക്കെ പറയും. നമുക്ക് ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മളുടെ അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ട്, നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ അറ്റൻഡ് ചെയ്യാം. പിന്നെ 6ാമത്തതാണ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബിലീഫ്സ്, നമ്മളുടെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ രാജ്യത്തിനും ഒരു നിയമമുണ്ട്, ആൽഫ ബീറ്റ ഡെൽറ്റ എസ്. അതേപോലെ എബിലിറ്റി ടു കെയർ ബിയോണ്ട് കിൻ, നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് കെയർ ചെയ്യാനുള്ള കഴിവ്. അതേപോലെ തന്നെയാണ് കപ്പാസിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഈ 8 കാര്യങ്ങളാണ് മനുഷ്യന്മാരെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് കവർ ചെയ്തത്. അധികം ആൾക്കാരും നമ്മളുടെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ചിലപ്പം കണക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, പക്ഷെ അത് അറിയാത്തവരുണ്ടായേക്കും. അതുകൊണ്ടാണ് അതൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പറഞ്ഞു പോയത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഫീഡ്ബാക്കോ അറിയിക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ പറ്റുന്നവരൊന്ന് വീഡിയോ മോഡിലോ അല്ലെങ്കിൽ ഓഡിയോയിലോ പറയാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ മിസ്റ്റർ. ആർക്കെങ്കിലും എന്തെങ്കിലും സാർ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. പല ആളുകളും പറയാറുണ്ടല്ലോ, പിന്നെ ഓരോ വ്യക്തികൾക്ക് ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയും ഭൂമിയിലേക്ക് പഠിച്ചിട്ടില്ല എന്ന്. അങ്ങനെ നിങ്ങള് ഒരു വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്, അപ്പൊ അതിൽ വന്ന് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കണ്ടെത്താം. അത് എങ്ങനെ സ്വയം എങ്ങനെ കണ്ടെത്താൻ കഴിയും? സത്യം പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച നല്ല ചോദ്യമാണ്. സ്വന്തമായിട്ട് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്, യുണീക്നെസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 15ഓളം ബാച്ചുകൾ കഴിഞ്ഞു. ഓരോരുത്തരെയും അവരുടേതായിട്ടുള്ള കരിയർ പാത്തിലേക്ക് നയിക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. ആ കോഴ്സ് പിന്നെ അവരുടേതായ കരിയർ സൃഷ്ടിച്ച ആളുകൾ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ അതില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും ഒരു വലിയ കരിയറിലേക്ക് എത്തിപ്പെടാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ പ്രോഗ്രാമിൽ വന്ന ഒരാള് നാട്ടില് ഒരു പാക്കിംഗ് ഉണ്ടല്ലോ, നമ്മളെ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടല്ലോ, പാക്കിങ്ങിന്റെ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു കമ്പനിയിൽ ഒരു ചെറിയ എംപ്ലോയി ആയിട്ട് ഒരു 10-15,000 റുപ്യ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ആ ആള് നമ്മളുടെ പ്രോഗ്രാമിൽ വന്ന് അവരുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫുകളും അതേപോലെ ട്രോമകളും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് പേഴ്സണാലിറ്റിനെ പറ്റും അവരുടെ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോ എന്താ അവർക്ക് മനസ്സിലായെന്നറിയോ? അവരുടെ ഉള്ളിലുള്ളത് ശരിക്കും ഇതേപോലെ അവരുടെ ലിമിറ്റിംഗ് ബിലീഫ് കാരണമാണ് അങ്ങനത്തെ ഒരു ജോലി എത്തിയിരുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ അപാരമായിട്ടുള്ള വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അവർക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈ പെയിന്റിങ്, ആർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, അവർക്ക് ഫോട്ടോഗ്രാഫി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഫോട്ടോഗ്രാഫിന്റെ കോഴ്സ് അവർ പഠിച്ച് ഇപ്പൊ അവര് ദുബായില് ഫോട്ടോഗ്രാഫർ ആയിട്ട് നല്ല ശമ്പളത്തോട് കൂടിയിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കറന്റ്. ആ രീതിയിൽ കൺവേർഷൻ, അങ്ങനെ ഓരോ രീതിയിലുള്ള കഴിവുകൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. ചില ആളുകൾ, നമ്മൾക്ക് എല്ലാവരും ഒരേ രീതിയിലല്ല ഒരു സാധനത്തിനെ നോക്കിക്കാണാം. ഈ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് ആ സാധനത്തിനെ 3D വ്യൂവിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മൊമെന്റ് നടക്കുന്നതിന്റെ മുന്നേ ചില ഫോട്ടോസ് ഒക്കെ കാണാറില്ലേ, ആ മൊമെന്റിൽ മാത്രമേ അത് എടുക്കാൻ പറ്റൂ. ചില നാച്ചുറൽ ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം.
ആ മൊമെന്റിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടൂ. അങ്ങനത്തെ ഒരു മൊമെന്റ് പിന്നെ കിട്ടുമ്പോൾ അത് അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വിഷ്വൽ ഓർ സ്പേഷ്യൽ ഉള്ള ആൾക്കാർക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൊമെന്റ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ എമൗണ്ട് ഓഫ് സ്പീഡിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഷോട്ട് കിട്ടും എന്നുള്ളൊരു ഇൻഡ്യൂട്ടീവ് പവർ കിട്ടും. ദാറ്റ് മീൻസ് നമുക്കൊരു ഉൾവിളി എന്ന് പറയില്ല, ചില സമയത്ത് ഇങ്ങനെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചില ചിന്തകൾ വരാറില്ലേ. എങ്ങനെയാന്ന് വെച്ചാല് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എപ്പോഴോ കണ്ടിരുന്നല്ലോ, ഈ മനുഷ്യനെ ഞാൻ യെസ് എവിടെയോ യെസ് യെസ്. കണ്ടിട്ടുണ്ടല്ലോ, ഈ സാഹചര്യം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആ രീതിയിൽ ചിന്തകൾ ചില ഇതേപോലെ. സിറ്റുവേഷനുകൾ ഉണ്ടാവും, ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കും അതെ ഇത് മുമ്പേ ഞാൻ അതെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതെ അതെ ഇതേപോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി മനുഷ്യന്മാർക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും. മീൻസ് എല്ലാ കാര്യങ്ങളും എന്നല്ല, ആ നമ്മൾ ആ ഡിവൈൻ ഫോഴ്സുമായിട്ട് അത്രയും നമ്മുടെ ആ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആൽഫ ബീറ്റ ഡെൽറ്റ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡുകളിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഡീപ്പർ ലെവലിൽ നമുക്ക് ചിന്തിക്കാനും ഭാവിയിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പൊ ചില ആൾക്കാരെ പറ്റി നമ്മൾ കേൾക്കാറില്ലേ, ഓൻ ഭയങ്കര ബുദ്ധിയാട്ടോ, അല്ലെങ്കിൽ ഓൻ പറഞ്ഞതാന്നൊക്കെ പറയില്ല ചില ആൾക്കാരെ പറ്റി. ഞാൻ ഉദ്ദേശിച്ച ഈ കരിനാവുള്ള ആൾക്കാരെ പറ്റി അല്ല കേട്ടോ. കരിനാവ് എന്ന് പറയുന്ന ആൾക്കാരെ പോലും ചില ആൾക്കാർക്ക് ആ രീതിയിൽ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ്. പക്ഷെ ചിലപ്പോൾ അത് ബിലീഫ് ആയിരിക്കാം ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നടക്കുന്നു നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസം കാരണം നമ്മളുടെ ലൈഫിൽ ആ കാര്യം നടക്കും. പക്ഷെ അതല്ലാതെ തന്നെ ചില ആളുകൾ ഒരു ബിസിനസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എത്താൻ പറ്റും എന്നൊക്കെ ആദ്യമേ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നതൊക്കെ ഉണ്ടാവും. ആദ്യമേ ആരോടോ പറഞ്ഞ് ഏതോ മറ്റേ ബിസിനസ് അല്ലെങ്കിൽ ഈ ബിസിനസ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ സമയത്ത്, ഡിസ്കഷൻസ് നടക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവർ നടത്തി കാണിച്ചിട്ടുണ്ടാവും. അത് ഒന്നാമത് അവരുടെ മൈൻഡിന്റെ പവർ മാത്രമല്ല, ആ ഒരു കണക്ഷനും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന, ആ ഡിവൈൻ കണക്ഷനും കൂടി പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. അതിപ്പോ ഡിവൈൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദൈവത്തിൽ നിന്നുള്ള മാത്രമല്ല, ചില ആൾക്കാർ യൂണിവേഴ്സിലായിരിക്കും വിശ്വസിക്കുന്നത്, ചില ആൾക്കാർ വേറെ പല പല ദൈവങ്ങളിലായിരിക്കും. പക്ഷെ ആ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഫാക്ടർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി, ബിലീഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായാൽ മതി. ആ ബിലീഫിന്റെ കൂടെ ആക്ഷൻസ് എനർജി വൈസ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എനർജി ലെവലിൽ നമ്മൾ ഹാബിറ്റുകൾ ശീലങ്ങൾ വളർത്തിയെടുക്കുന്ന സമയത്താണ് നമ്മൾ ആ എനർജിയുമായിട്ട് അട്രാക്ട് ചെയ്യുന്നതും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നതും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ മിസ്സിന് നമ്പർ മെൻഷൻ ചെയ്തേക്കിട്ടോ. നമുക്കിപ്പം പല ടൈപ്പിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അത് വൺ ഡേ ഉള്ള ഫെസ്റ്റ് പോലുള്ള പ്രോഗ്രാംസ് ഉണ്ട്, 1 മന്തിന്റെ യുണീക്നെസ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ വർക്ക്ഷോപ്പ് ഉണ്ട്, പിന്നെ 100 ദിവസം നീണ്ടു നിൽക്കുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, 2 മാസത്തെ ഇപ്പൊ ഞങ്ങൾ പുതിയതായിട്ട് ഇന്ന് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് യുണീക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഒരാൾക്ക് ഇപ്പോൾ അവർക്ക് ട്രെയിനർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഏത് മേഖലയിലേക്കാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രെയിനിങ്ങും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും കാര്യങ്ങൾ ചെയ്യേണ്ടത് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ സ്പെഷ്യൽ ടാലന്റ് ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സെഷൻസ് കൊടുക്കുന്ന ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വരുന്ന ജൂലൈയിലാണ് അതിന്റെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂലൈയിലാണ് അടുത്ത ബാച്ച് വരുന്നത്. പിന്നെ താങ്ക് യു സോ മച്ച് താങ്ക് യു സർ, താങ്ക് യു താഹിർ സർ, താങ്ക് യു സോ മച്ച്. പിന്നെ താഹിർ സാർ ഒരു ട്രെയിനറാണ്. സാറ് പെൻസിൽ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ നമ്മളുടെ ട്രെയിനിങ്ങുകളിലേക്ക് ആവശ്യമുള്ള ഗെയിംസ്, ആക്ടിവിറ്റീസ്, ഐസ് ബ്രേക്കേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് പെൻസിൽ എന്ന് പറയും. അപ്പൊ അതിന്റെ ചീഫ് ട്രെയിനറാണ് താഹിർ സാർ. പിന്നെ നമ്മളുടെ യുണീക്കെക്സിൽ ഉണ്ട് കേട്ടോ ഈ പ്രോഗ്രാമും. പക്ഷെ നമ്മളെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നതുകൊണ്ട് സാറിന്റെ ഇതൊന്ന് പറഞ്ഞതാണ്. താങ്ക് യു സോ മച്ച് സർ ഫോർ ജോയിനിങ്. ഇങ്ങനെയാണ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ഒരുപാട് കഴിവുണ്ട്. കറക്റ്റ് സമയം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക, അതിന് അങ്ങക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാംസിനെ ജോയിൻ ചെയ്യാട്ടോ. റമീഷ ഷെറീൻ മിസ്സിനെ നിങ്ങളുടെ നമ്പർ കൊടുത്തല്ലോ അല്ലേ മോള്? നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ താഴെ. നമ്പർ ഒന്നുകൂടി പറയാം. ഞാനിപ്പം ഓൺലൈനായിട്ട് കാണുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ 8137023966 ആണ് നമ്മളുടെ കോൺടാക്ട്, നമ്മളുടെ ടീം മെമ്പേഴ്സിന്റെ കോൺടാക്ട് നമ്പർ. മിസ്ന എന്നാണ് പേര്. ആളെ കണക്ട് ചെയ്താൽ അവിടെ ഡീറ്റെയിൽസ് ഒക്കെ തരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും
ഇപ്പം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടും നമ്മൾ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ സംസാരിക്കട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ എന്തുണ്ടെങ്കിലും പറയാം. മിസ്ന ചോദിച്ചു. ഹലോ. ഫായിദ മാം പറഞ്ഞോളൂ. ഓക്കെ സാർ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ ലൈഫ് കോച്ച് എന്നുള്ള ആ ഒരു സെഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ അതിന് മുന്നേ വേറെ ഒരു കോഴ്സും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ മേ ബി ഒരു വർക്ക് ചെയ്യുന്ന വേറൊരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരുന്നവർ ചിലവർ പറയുന്നുണ്ട് സൈക്കോളജി, അത് നമ്മൾ സൈക്കോളജി സെപ്പറേറ്റ് ആയിട്ട് ഒരു കോഴ്സ് ആയിട്ട് ചെയ്യണോ, അതോ ഇതിന്റെ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആണോ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? അല്ല, ഇത് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള, ഇപ്പം എല്ലാ ട്രെയിനേഴ്സും ഒന്നും സൈക്കോളജി ഡിഗ്രി ഉള്ളവരായിക്കൊള്ളുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ എന്താ സംഭവം എന്നറിയോ, ഒരു ട്രെയിനർ എന്ന് പറയുന്ന സമയത്ത് സൈക്കോളജി എടുത്തവർക്ക് മാത്രമേ ട്രെയിനർ ആവാവൂ എന്നൊരു ഫാക്ട് എവിടെ ഇല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ പ്രോസസ്സിൽ, ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെയിനർ ആണെന്ന് നമ്മൾ അതിനുള്ള സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിനിങ്ങിൽ കിട്ടുന്ന അറിവുകളുണ്ടാവും. പിന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അപ്ഡേഷൻസ് എടുത്തണം. അപ്പൊ നമുക്കിപ്പം നമ്മൾ വിചാരിച്ച അതേ ട്രെയിനിങ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ എടുക്കാനുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ കുറച്ച് കാലങ്ങൾ പ്രിപ്പയർ ചെയ്ത് പല മനുഷ്യന്മാരുമായിട്ട് കണക്ട് ചെയ്ത് പല സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല രീതിയിലുള്ള എന്താ പറയുക, ഭൂമിന്റെ അടിയിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആയി വരും. എല്ലാ കാര്യങ്ങളും ആർക്കും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കടലിലെ തുള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു തുള്ളി മാത്രമേ മനുഷ്യന്മാർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും അതിനുള്ള എഫേർട്ട് എടുത്ത് നല്ല റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരിക. അതേപോലെ ഇതേപോലെ ഇതുമായിട്ട് നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ഇഷ്ടപ്പെടുന്നത് ആ ടോപ്പിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് കാണുക. ആ രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലാണ്ട് നിങ്ങൾ സൈക്കോളജി ഡിഗ്രി എടുത്തതിന് ശേഷം മാത്രം എനിക്ക് ട്രെയിനർ ആവാമെന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഞാൻ നിന്ന് ആ ഒരു സെക്ഷനിലാണ് ഇപ്പോ, എന്റെ ജേർണി ആ ഒരു സെക്ഷനിലാണ്. അപ്പോ ഞാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായി സൈക്കോളജി എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന് സൈക്കോളജി മാൻഡേറ്ററി അങ്ങനെ ഉണ്ടോ, സൈക്കോളജി എടുക്കണോ, MSc എടുക്കണോ, അങ്ങനെ ഒരു മൈൻഡ് പോയി. അതാ ഞാനൊരു എന്താ ഡൗട്ട് സംഭവം ചോദിക്കുന്നത്. എന്നറിയോ, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ സൈക്കോളജി എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് നിങ്ങൾ സൈക്കോളജി കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനൊക്കെ സൈക്കോളജി PG കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഉള്ളത് വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മെല്ലെ മെല്ലെ നിങ്ങൾ ആ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സൈക്കോളജി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതൊരു നല്ലതാണ് എന്നാണ് അല്ലേ? നല്ലതാണ്. സൈക്കോളജി ഡിഗ്രി ഇല്ലാതെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെക്കാട്ടും അറിവുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സൈക്കോളജി ഡിഗ്രി അവർക്ക് ഉണ്ടാവില്ല, പക്ഷെ അവരുടെ സെൽഫ് ലേണിങ്ങിന്റെ പവർ കാരണം, ഹാബിറ്റുകളുടെ പവർ കാരണം എല്ലാ ടോപ്പിക് എന്തിനെ കുറിച്ച് ചോദിച്ചാലും. പിന്നെ വേറെ ഒന്നുണ്ട്, അറിവില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ വായിക്കാത്ത അറിവ് പോലും നമ്മൾക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കാനുള്ള വേറൊരു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ വൺനെസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. എല്ലാ അറിവുകളും ഈ യൂണിവേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് ഉണ്ട്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒക്കെ പീക്ക് ലെവലിലേക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ ഉണ്ടാവും. അവർ ഇതുവരെ എവിടെയും വായിക്കാത്ത കണ്ടന്റ് പോലും പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു. അല്ലേ വിസ്ന? അവര് പോലും ഇതുവരെ എവിടെയും വായിച്ചിട്ടുണ്ടാവില്ല ആ കണ്ടന്റ് ഒന്നും. പക്ഷെ ഇങ്ങനെ പറയും, അത് കറക്റ്റായി വരികയും ചെയ്യും. അത് ആ ഒരു ഫ്ലോ സ്റ്റേറ്റിനെ പറ്റി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മൾ ലോജിക്കലി ചിന്തിച്ചിട്ട് ആ രീതിയിൽ ആക്ഷൻസ് എടുത്തിട്ട് കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മാത്രമേ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിഷ്ണു എന്തോ പറയാൻ വന്നല്ലോ? ഇല്ല, അത്രയൊന്നുമില്ല. അതന്നെ ആളിന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ യൂണിക് എൻക്വയറിക്ക് വേണ്ടിയിട്ട്. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തതായിരുന്നു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഫാത്തിഹ മാമ നമുക്ക് സൈക്കോളജി നിർബന്ധമല്ല ഒരിക്കലും ട്രെയിനിങ്ങിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലർക്ക് സൈക്കോളജി വേണമെന്നില്ല. ബേസിക്കലി ഇപ്പൊ ഒരു കുറച്ച് അറിവ് ഈ വിഷയത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ധർമ്മം പലപ്പോഴും നമ്മളെല്ലാവരും എടുക്കാറുണ്ട്. അതിപ്പോ സൈക്കോളജി ഇപ്പൊ നമ്മൾ സൈക്കോളജിസ്റ്റ് എടുത്ത് ആ ഒരു സ്പെഷ്യലൈസേഷൻ വെച്ച് പോകുന്നത് ആ ആള് നമ്മളെ കേൾക്കാൻ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടെ മനുഷ്യന്മാരെ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതും ആളുകളെ കുറിച്ച് പഠിക്കുന്നതും സ്പെഷ്യലൈസേഷൻ അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ സൈക്കോളജി എടുത്ത് സർട്ടിഫൈഡ് ആയിട്ട് ഈ ഒരു കഴിവ്
പ്രോപ്പറായി യൂസ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഓരോ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്തും സൈക്കോളജി ഒരിക്കലും ട്രെയിനിങ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് മാൻഡേറ്ററി അല്ല. മാമിന് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ എടുക്കാം, അത് നല്ലതാണെന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഏറ്റവും നല്ല ട്രെയിനർ ആവൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്കിൽ ഓറിയന്റഡ് ആണ് അധികം വരുന്നത് ഈ ട്രെയിനിങ് മേഖല ഒക്കെ. ഇപ്പൊ ചിലർ കണ്ടിട്ടില്ലേ, നിങ്ങൾ ഒരു സെഷൻ കൊണ്ട് പീക്കിൽ പോകുന്നവരുണ്ട്, ചിലർ യങ് ഏജിലായിട്ടുള്ള നമ്മളെ സെഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മിൻഹ, അവരൊക്കെ ചെറിയ ഏജിൽ വന്നതാണ്. അവിടെ എക്സ്പീരിയൻസിനൊക്കെ അവിടെ സ്കില്ലാണ് ഇമ്പ്രൂവ് ആയിട്ടില്ല. ട്രെയിനിങ്ങിലേക്ക് അധികം അങ്ങനെയാണ്. അത് ഏത് കാര്യവും നമ്മൾ പറയലുണ്ട്, 80% നമ്മളെ വർക്കിംഗ് ആണ്, 20% ടാലന്റ് ഉണ്ടാവും. ചിലർക്ക് ടാലന്റ് ഉണ്ടാവും, ബാക്കി 80% വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ യൂണീക്ക് ആവും, ബെറ്റർ ആവും. അപ്പൊ മാമിന് കരിയർ, ഈ ഒരു ട്രെയിനിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സൈക്കോളജി എടുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട. അത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അത്രയേ ഉള്ളൂ. അതിന്റെ അതിന്റെ വേറൊരു കാര്യം എന്താ പറയുക, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ കിട്ടുന്നത്. അതിൽ ഒരു കഴിവാണ് ചില ആൾക്കാർക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. ദാറ്റ് മീൻസ് അങ്ങനത്തെ ആളുകളോട് സൈക്കോളജിസ്റ്റ് ഒന്നും ആവണമെന്നില്ല, അങ്ങനത്തെ ആളുകളോട് അവരുടെ ഫ്രണ്ട്സും അവരുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പറയും. എന്തോ ഒരു ഹീലിംഗ് ഓറ അവരുടെ ചുറ്റും ഉണ്ടാവും ചില ആൾക്കാർക്ക്. അവരൊന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരോട് സംസാരിച്ച് എന്തെങ്കിലും രണ്ട് വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മാറും. അത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഭയങ്കര ഹൈ ആകുന്ന സമയത്ത് എംപതി ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും ചില ആൾക്കാർക്ക്. അങ്ങനത്തെ ആളുകൾക്ക് വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്കില്ലാണ് അവർക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതെങ്കിൽ അവർക്ക് ഒരു സൈക്കോളജി ഡിഗ്രിന്റെ ആവശ്യമില്ല. സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റ് അവർ ഉണ്ടാക്കിയെടുക്കും ലൈഫിൽ. അവർക്ക് മനുഷ്യന്മാരോട് പെരുമാറാനും മറ്റുള്ള മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു ഇന്നർ ടാലന്റ്, ഇൻബോൺ ടാലന്റ് ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഒരു സൈക്കോളജി ഡിഗ്രി ഇല്ലാണ്ട് കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ പോലും ഉണ്ടാവും. പിന്നെ നിങ്ങളിപ്പം സൈക്കോളജി എടുത്തിട്ട് മാത്രമേ ട്രെയിനിങ്, നമ്മളുടെ യുണീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആട്ടോ. 2 മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അതിൽ ഇപ്പം ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ മനുഷ്യന്മാരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അത് കുറച്ച് വൈഡർ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്, അത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ എനിയാഗ്രാം എന്ന് പറഞ്ഞിട്ട് പേഴ്സണാലിറ്റികൾ, ഓരോ മനുഷ്യന്മാരെ അവരുടെ രൂപവും അവരുടെ പെരുമാറ്റവും കണ്ടിട്ട് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഉണ്ട്. അതേപോലെ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പാരന്റിങ് കോച്ചിങ്, പാരന്റിങ്ങിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല ടോപ്പിക്കുകൾ, ഇപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം മീൻസ് നമ്മുടെ അതിന്റെ ബ്രോഷർ ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രോഷർ മീൻസ് അതിന്റെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എവിടെ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്കൂളിലായിക്കോട്ടെ, ഒരു കോളേജിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിലായിക്കോട്ടെ, ഒരു ഫാമിലി ഫംഗ്ഷനിലായിക്കോട്ടെ, അപ്പം പേഴ്സണൽ മെന്ററിങ് ആയിക്കോട്ടെ, അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ആക്ടിവിറ്റീസും ഈ ഐസ് ബ്രേക്കേഴ്സും ഒക്കെ ഉള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം എൻറ്റയർലി ഇതേപോലെയുള്ള നമ്മളുടെ സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റി ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നല്ല രീതിയിൽ കഥകൾ പറയാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ലൊരു കോച്ചായിട്ട് മാറാൻ പറ്റും, നല്ലൊരു ടീച്ചറായി മാറാം. അപ്പൊ ആ രീതിയിൽ ആ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ് ഒരു ബ്രാൻഡിങ്ങിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അവരുടെ സ്റ്റോറി നല്ല പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഈ ബ്രാൻഡായിട്ട് മാറാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എങ്ങനെ മാനേജ് ചെയ്യണം, പോസ്റ്റർ മേക്കിംഗ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പോലും, മെറ്റാഡ്സ് പോലുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ തന്നെയല്ല എടുക്കുന്നത്, അതിന്റെ സോഷ്യൽ മീഡിയന്റെ ആൾക്കാരും മെറ്റാഡ്സിന്റെ ആൾക്കാരൊക്കെ അതിന്റെ എക്സ്പേർട്സിനെ കൊണ്ടാണ് എടുപ്പിക്കുക. എല്ലാം ട്രെയിനേഴ്സ് അല്ല, അതിന്റെ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് എടുപ്പിക്കുക. അപ്പൊ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫ്ലൈനിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓൺലൈനിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളുടെ ലാസ്റ്റ് കോൺവൊക്കേഷൻ ഡേ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നമ്മളെ വരുന്ന എല്ലാവർക്കും ചെറിയൊരു ടൈം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാ ഓഡിയൻസിന്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ഓഫ്ലൈൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ 3 ദിവസത്തോളം നമ്മൾ ഓൺലൈൻ ആയിട്ട് പ്രാക്ടീസ് സെഷൻസ് ആണ്. ഓരോ ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ടീമിനെ കൊണ്ട് ഒരു ടോപ്പിക്കിൽ കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ട് അവരെ കൊണ്ട് തന്നെ സംസാരിക്കും, ഇത്ര സമയം കൊണ്ട് സംസാരിപ്പിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ പ്രോഗ്രാം വരുന്നത്. കേട്ടോ, 2 മാസത്തെ പ്രോഗ്രാമാണ്. ഞാൻ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. വേറെ മാമിനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു, കണക്ട് ചെയ്തിരുന്നു, ഓക്കെ മാം. ഡീറ്റെയിൽസ് മാം പറഞ്ഞിരുന്നു.
ഓക്കെ ഓക്കെ മാം, ഓക്കെ ഓക്കെ മാം ഇൻട്രസ്റ്റഡ് ആണ് ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഈ ഈ ഈ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21-ാം തീയതിയാണ്. ഹയ നമ്മളുടെ ഫസ്റ്റിന് വന്നിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. ജൂലൈ 21-നാണ് കേട്ടോ. പിന്നെ ഫാഹിദ മാം, നിങ്ങൾക്ക് അഥവാ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടോളൂ. കാരണം ആകെ 20 സീറ്റ് മാത്രമേ ഉള്ളൂ ഈ പ്രോഗ്രാമിന്. കാരണം എല്ലാ ഓപ്പർച്യൂണിറ്റികളും നമ്മൾ സംസാരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അതൊക്കെ സൂം മീറ്റിംഗ് ആണോ കോഴ്സുകൾ? ഫീ ഡീറ്റെയിൽസ് അതെ, സൂം മീറ്റിംഗ് ആണ്. 3 ദിവസം ഓഫ്ലൈനും ബാക്കി സൂം മീറ്റിംഗും ആണ്. 3 ദിവസം ഓഫ്ലൈൻ ആയിട്ട് നേരിട്ടുള്ള സെഷൻസ് ഉണ്ടാവും, ബാക്കിയൊക്കെ സൂം മീറ്റിംഗ്സ് ആണ്. പിന്നെ പേഴ്സണൽ മെന്ററിംഗ് ഉണ്ട്, 1-to-1 മെന്ററിംഗ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് നമ്മൾക്ക് മേഖലയിലാണ് പുറത്താണേ, നമ്മൾ പുറത്താണേ. അത് ഈ അല്ല, ബിസിനസ് അതിന്റെ സംബന്ധമായിട്ട് നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടോ? ബിസിനസ് സംബന്ധമായിട്ടുള്ള കോഴ്സും ഉണ്ട്. ബിസിനസ് സംബന്ധമായിട്ടാണ് നിങ്ങൾക്ക് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ഇപ്പം മാറ്റ് റിലേറ്റഡ് മെന്ററിംഗ് അല്ലാതെ ബിസിനസ് റിലേറ്റഡ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മെന്ററിംഗ് ഉണ്ട്. 1 മന്ത് മെന്ററിംഗ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ മനസ്സെങ്ങനെ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ഇമോഷണൽ ഇന്റലിജൻസ് വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. നേരത്തെ കൊടുത്തിരുന്നല്ലോ. സാറേ, പിന്നെ എൻ്റെ നമുക്ക് അടുത്തുണ്ട് ഈ ഓൾറെഡി. സൈക്കോളജിക്കൽ പരമായിട്ട് കൗൺസിലിങ്ങിന് ക്ലിനിക്സോ കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ സൈക്കോളജിന്റെ ഡിഗ്രിയും PG വേണമെന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ ഒരു അവസ്ഥ? എങ്ങനെ നമ്മൾക്കിപ്പോ ഈ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ, ഈ കൗൺസിലിംഗ് വരായിട്ട് കൗൺസിലിങ്ങിന്റെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ ഒരു ഷോപ്പ്. അതിന് സൈക്കോളജി ഡിഗ്രിയും PG വേണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു അവസ്ഥ എന്താ? അതിന്റെ ആവശ്യമുണ്ടോ, വരുന്നുണ്ടോ? ക്ലിനിക്കിന് നമുക്ക് ഇപ്പോഴത്തെ കേരള നിയമപ്രകാരം നമുക്ക് ക്ലിനിക്കിന് ഒരു ഡോക്ടർ അണ്ടറിലെ നമുക്ക് ക്ലിനിക്ക് ഇടാൻ പറ്റുള്ളൂ. അവിടെ ഈ ഡിപ്ലോമ ചെയ്തിട്ടുള്ള ആൾക്ക് അസിസ്റ്റന്റ് ആയി നിൽക്കാം, അല്ലാണ്ട് ആൾക്ക് മെയിൻ ആയി നിൽക്കാനോ ആളുടെ പേരിൽ ക്ലിനിക്ക് ഇടാനോ പറ്റൂല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ക്ലിനിക്ക് ഇടാൻ അതിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഓൺലൈൻ ആയിട്ട് ട്രെയിനിങ് എടുക്കാനും കൗൺസിലിംഗ് ചെയ്യാനും വേണ്ടെന്നാ പറഞ്ഞത്. ട്രെയിനിങ് ക്ലിനിക്ക് നിങ്ങളിപ്പോ ട്രേഡ് ലൈസൻസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ കമ്പനിയൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പൊ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ട്രേഡ് ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ സൈക്കോളജി ഡിഗ്രി വേണം. ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിപ്ലോമ കോഴ്സ് വരുന്നുണ്ട് എന്നാ പറഞ്ഞത് സൈക്കോളജിന്റെ. കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ കാണാറുണ്ട്. ചില സർട്ടിഫിക്കേഷൻ ഇല്ല, ഇപ്പൊ നമ്മുടെ NCRDC അതുപോലെ കാണലുണ്ട്. 6 മാസത്തെ കോഴ്സ്, 1 ഇയർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട്. പക്ഷെ അതൊക്കെ ഉടായിപ്പാണ്, അങ്ങനെയും കേൾക്കാം. 2 ടീമുണ്ട് അതില്. 2 രണ്ടും ടീമുണ്ട് ഉണ്ട് കേട്ടോ. അതിൽ ഉടായിപ്പുണ്ട്, നല്ലതും ഉണ്ട്. അത് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മളതിൽ ഉടായിപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ എല്ലാരെയും ഉടായിപ്പായിട്ട് കാണരുത് കേട്ടോ. ഇല്ല, അങ്ങനെ എല്ലാരും ഉടായിപ്പായിട്ടല്ല. പക്ഷെ ഞാൻ അങ്ങനെ കേൾക്കാം. മീൻസ് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി. പിന്നെ ഇപ്പൊ ഇൻസ്റ്റന്റ് ആഡ് ആയാലും ഒക്കെ ഫുള്ള് സൈക്കോളജിക്കൽ പരമായിട്ടായിരിക്കും. നമുക്ക് അങ്ങനെ ആഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാല് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പിന്നെ അത് തന്നെ ആഡ് വരിക. ഓക്കെ, ഗൂഗിൾ നമ്മള് ജസ്റ്റ് ഫ്രണ്ട്സിനോട് ഇവിടെ നിന്ന് ഇങ്ങനെ അതിനെ കുറിച്ച് സംസാരിച്ചാ പിന്നെ ഇൻസ്റ്റ തുറന്നാ പിന്നെ അടുത്ത പിന്നെ അതെ, നമ്മള് സംസാരിക്കുന്നതും ഒക്കെ ട്രാക്കിംഗ് ആണ്. ഓരോ സോഷ്യൽ മീഡിയ ത്രൂവും ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ പ്രൊഡ്യൂസർ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു മെച്ചുണ്ട്. ഫുള്ള് നമ്മളുടെ ഡാറ്റ പോലെ കയ്യിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയും നമ്മൾ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യല്ലോ. എവിടേക്കൊക്കെ നമ്മളൊരു പ്രൈവസി പോവുണ്ടോ സാറേ? പോകുന്നുണ്ടല്ലോ. പ്രൈവസി പോവാണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗൂഗിളിൽ ഞാൻ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്താല് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിന്റെ ആഡ് ഇങ്ങനെ വരുന്നത്. അതുവരെ അതിന്റെ ആഡ് വന്നിട്ടുണ്ടാവില്ല. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ കഴിഞ്ഞ വെക്കേഷനിൽ ഇപ്പോൾ ഒരു റിസോർട്ടിന് വേണ്ടി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുവരെ എനിക്ക് റിസോർട്ടിന്റെ ഇതൊന്നും വന്നില്ലായിരുന്നു, മറ്റേ ആഡുകളൊന്നും വന്നില്ലേനെ. ഞാൻ ഗൂഗിളിലും മറ്റേ ഇതിലൊക്കെ കുറച്ച് ചെക്ക് ചെയ്തപ്പോഴേക്ക് പിന്നെ ഉണ്ട് റിസോർട്ടിന്റെ ഒരു നിരക്കുള്ള ഇതാണ് വരുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആഡുകൾ നമ്മൾ പർച്ചേസിങ്ങിന് വരുമല്ലോ. അപ്പൊ എന്തെങ്കിലും ബാഗോ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, ഗൂഗിൾ ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല, പിന്നെ ഫുൾ ആഡ് അതാവും. നമ്മളെവിടേക്കും ട്രാക്കിംഗ് ആണ്. ഇനിയിപ്പം വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാത്രം ആ ആഡ് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണോന്നും അറിയില്ല.
ചിലപ്പോ എല്ലാ സമയത്തും ആഡ് വരുന്നുണ്ടാവും, പക്ഷെ ഉം. നമുക്ക് ഇങ്ങനെ തോന്നുകയായിരിക്കും ചിലപ്പോ. അല്ല, അതൊന്നും അല്ല കേട്ടോ, പക്ഷെ ശരിക്കും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഓക്കെ, താങ്ക് താങ്ക് യു ഋഷഭ്. വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഫീഡ്ബാക്ക് പറയാനുള്ളതുണ്ടോ? സെഷന് കണക്ട് ആയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുള്ളതില്ലോ? മനസ്സിലായോ എന്താണ് അവസ്ഥ? സബിത മാമ ലെഫ്റ്റ് ആയിട്ടുണ്ടോ? ആള് വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. സബിത രവി ഞാൻ ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് ആയിപ്പോയി. ഞാൻ ഇപ്പൊ കയറിയുള്ളൂ. അപ്പൊ ജസ്റ്റ് എനിക്ക് ലാസ്റ്റത്തെ ഒരു ഐഡിയ ഒന്നും ഇല്ല. വേറെ കോളിൽ പോകേണ്ടി വന്നു എനിക്ക്. ഓക്കെ. ഇല്ല സെഷൻ കണക്ട് ആയില്ല. ഏ ഇല്ല സെഷൻസ് ഒക്കെ മാം അറ്റൻഡ് ചെയ്ത സമയത്തൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ? കണക്ട് ആ ആയിരുന്നില്ല. ആയിരുന്നു. ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ സെഷനിൽ ഇരുന്ന സമയത്ത് ഞാൻ നമ്മളെ CH മാരിയത്ത് തന്നെ ഒരാളുണ്ടല്ലോ, ഡിസേബിൾ ആയിട്ടില്ല ആളായിരുന്നു ഓർത്തെ. ആള് ഏത് സെഷനിൽ ഇരിക്കുന്ന സമയത്തും ഒരു സ്മൈലോട് കൂടിയിട്ടായിരിക്കാം. സബിത മാം 6 പേരിലായിരുന്നു, കംപ്ലീറ്റ് ഇങ്ങനെ സ്മൈൽ ചെയ്തിരിക്കായിരുന്നു. ഞാൻ CH മാരിയത്തിനാണോ എനിക്ക് എന്തായാലും സന്തോഷം കാണാൻ പറ്റിയില്ലേ. ഇനിയും സെഷൻസിലൊക്കെ ജോയിൻ ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ പറയുക, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു പോവാ. ചാറ്റ് ബോക്സിൽ ഹൈ ആണെന്ന് തോന്നുന്നു, ഒരു ഡൗട്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ, പറഞ്ഞോളൂ. സാറ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഒരു കാര്യം സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയുമ്പോ നമ്മൾ ബുക്കിലൊന്നും വായിക്കാത്ത തരത്തിലുള്ള തോട്ട്സ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. അതെന്താ സംഭവം? എനിക്ക് അങ്ങനെ കുറേ തവണ ഉണ്ടായിട്ടുണ്ട്. അത് മൈൻഡിന്റെ ചില ഞാൻ പറഞ്ഞില്ല, നമ്മള് ചില സമയത്ത് നമ്മളുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡുകൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ആഴത്തിൽ ഇങ്ങോട്ട് നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ അറിയാതെ പോകും ചില സമയത്ത്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അൺകോൺഷ്യസ് ഒരു എന്താ പറയുക, ഒരു ഓറ ഉണ്ടല്ലോ, നമ്മളാ പറയില്ല, ഒരു എനർജി ലെവൽ നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് ടോട്ടലി അത് ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ് ആണ്. മീൻസ് എല്ലാ അറിവുകളും ഈ യൂണിവേഴ്സിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പം ചില അറിവുകൾ നമ്മൾ ഇങ്ങനെ അറിയാതെ നമ്മളുടെ ആ മൈൻഡ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തെടുക്കും. അത് നിങ്ങൾക്ക് മൈൻഡിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് കൂടുതൽ ഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഒറ്റയടിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല, അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. ഓക്കെ സാർ, ഓക്കെ സാർ. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അതന്നെ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഒരു വിധത്തിലായി നോക്കുമ്പോ നമുക്ക് അതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഫുള്ള് ഇങ്ങനത്തെ മൈൻഡായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് ഇതിക്ക് എത്തിയത്. അതാണ് ഏറ്റവും വലിയ രസം. യുണീക്നെസ് ടെസ്റ്റ് അറിയുന്നതേ അങ്ങനെയാണ്, മൈൻഡ് റിലേറ്റഡ് ഇങ്ങനെ നോക്കി. അപ്പോ ഈ യുണീക്നെസ് ടെസ്റ്റിന് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോഴേ പല ആൾക്കാർക്കുള്ള സംശയം എന്താ അറിയോ, മൈൻഡിനെ കുറിച്ചിട്ട് മാത്രം പഠിക്കാന് അതിന് വേണ്ടിയിട്ടാണ് ജോയിൻ ആവുക പല ആൾക്കാരും വിചാരിക്കും. അതായത് ട്രെയിനിങ് അങ്ങനെയൊക്കെ പോവാന്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല. നമ്മളിപ്പോ ഏത് ഫീൽഡ് ആണെങ്കിലും നമുക്ക് മൈൻഡിനെ കുറിച്ച് നല്ലൊരു നോളേജ് ഉണ്ടെങ്കിൽ അത് അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ ജോയിൻ ആവുന്നതിന്റെ മുമ്പ് ഞാൻ എന്താ വിചാരിച്ചു കഴിഞ്ഞാല്, എനിക്കറിയാം ഞാൻ എന്താ ചെയ്യണ്ടേ, പാഷനൊക്കെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഞാന് അതിൽ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുന്ന ആ ഒരു ഡയമെൻഷനിൽ ചിന്തിക്കാൻ കഴിയൂല. എനിക്കിപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിക്കണോ, എന്റെ മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ ഒക്കെ. അവിടെ തന്ന ടൂൾസ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തുടങ്ങിയത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും പിന്നെ നമ്മള് കിട്ടിയ കാര്യം നമ്മളിപ്പോ എന്താ പറയില്ലേ, ചില ആൾക്കാര് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടും. അങ്ങനെ വിട്ട് കഴിഞ്ഞ കാര്യമില്ല. അല്ലാതെ നല്ലപോലെ യൂസ് ചെയ്യണമെങ്കിൽ അതിപ്പോ ഏത് ബിസിനസ് ഫീൽഡ് ആയിക്കോട്ടെ, ഏതിൽക്കും അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ 2-3 ദിവസമായല്ലോ. അപ്പൊ ഇങ്ങനെ എനിക്കിപ്പോ വന്ന ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇമോഷൻസുകൾ പണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ, അപ്പോ മിഞ്ഞാന്ന് അങ്ങനെ ഒന്നും ഉണ്ടായി. അപ്പൊ ആ സമയത്ത് നമ്മൾ മൈൻഡ് ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടതും കൂടി അറിയില്ല. ഭയങ്കര ടെൻഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രസന്റിലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ ബോധം കെട്ട് വരെ വീഴും. അങ്ങനത്തെ ഒരു അവസ്ഥ ആവും. പക്ഷെ അതിപ്പോ എന്തൊരു ലിമിറ്റ് വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ വന്നിട്ട്. പിന്നെ അങ്ങനെ അതായത് ഞാൻ ചിന്തിച്ച ഒരു മൈൻഡ് സെറ്റ് ഇല്ലാന്ന് മനസ്സിലായി. ഇപ്പൊ ഞാനിങ്ങനെ വേറെ ഡയമെൻഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സാറിന്റെ ഒരു പുതിയ പ്രോഗ്രാം ഇല്ലേ, അതിൽ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? കമന്റ് ബോക്സിൽ നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യുണീക്ക് അതെ.
യുണീക്ക് എക്സ് 21 വയസ്സിന്റെ മുകളിലേക്കുള്ളവർക്കേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഗ്രി ആ ഒരു റേഞ്ചിലെത്തിയ ആൾക്കാർ, ചെറിയ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും അങ്ങനത്തെ കുട്ടികൾക്ക് കൂടി കൊടുന്നു കൊടുക്ക്. എന്നാ ഞങ്ങളെ അത് പോലത്തെ വേറെ പ്രോഗ്രാം തന്നെ ഡിസൈൻ ചെയ്യണം. ഇത് കുറച്ച് ഡെപ്തിലുള്ള ഇതാണ്, ടോപ്പിക്കുകളാണ്. അപ്പൊ അതെല്ലാം കത്തൂല, അതുകൊണ്ടാണ് കത്തൂല. ചില കുട്ടികൾ, വളരെ റയർ ആയിട്ടുള്ള ചില കുട്ടികൾ, അതിനെ പോലുള്ള ചില കുട്ടികൾക്ക് ചിലപ്പം മനസ്സിലാവും, പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മളിപ്പം അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അവര് വന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. യെസ് സർ, യെസ് സർ. എനിവേ താങ്ക് യു സോ മച്ച് സർ. അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഒരുപാട് നല്ല മാറ്റം. താങ്ക് യു. ഇവിടെ ഇരിക്കുന്നതിനടുത്ത് പറയട്ടോ, ഹയ ഇതുപോലെ നമ്മളൊരു ഫ്രീ ക്ലാസ്സിൽ വന്നു, ആളെ നമ്മളെ ഫെസ്റ്റ് അറ്റൻഡ് ചെയ്തു, മാഷാഅല്ലാ നല്ല രീതിക്ക് മാറ്റങ്ങൾ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു എന്താ പറയാ റിസൾട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ക്ലാസ്സിൽ അവിടെ കേട്ട കാര്യങ്ങളാവട്ടെ, നമ്മൾ ഗ്രൂപ്പിൽ ഓൺലൈനായി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാവട്ടെ, കറക്റ്റ് പ്രോപ്പർ ഫോളോ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റ് നമ്മൾ പറയില്ലേ, നമുക്ക് റിസൾട്ടായി ചൂണ്ടിക്കെടുക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് മാറിയിട്ടുണ്ട്. മാഷാഅല്ലാ നിങ്ങൾ ഏറ്റവും എനിക്കൊന്ന് ഹയ ഇതേപോലെ ഒരു ടീമിൽ, എനിക്കൊന്ന് മഫാസിയന്റെ ടീമിലാന്ന് തോന്നുന്നു, അതില് പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ട് വർക്കിനൊക്കെ കേറിയിട്ടുണ്ടല്ലേ ഇപ്പോ, അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതോ ഒരു ഡയമെൻഷനിൽ എത്തി. ഇപ്പൊ അത് മാത്രല്ല, സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ കീഴിലല്ലേ, അതായത് സൗഹൃദ എന്ന് പറയും. അതായത് നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽക്കും ഇപ്പൊ ജോയിൻ ആവാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ, അതായത് ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, കുറെ കുട്ടികൾ ഇപ്പോഴും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കൺസ്യൂമർ മൈൻഡ് സെറ്റുള്ള ഒരു കുറെ പേരുണ്ട്. അത് വലിയൊരു വിഷയമാണ്. അതായത് ഒരു നോർമൽ ലൈഫ്. ഇപ്പൊ ഞാനും അറിയട്ടെ, അതായത് ഞാനൊരു കാര്യം പറയട്ടെ സാർ, അതായത് സാറിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോ ഞാൻ എന്താ ചെയ്യല് വെച്ച് കഴിഞ്ഞാൽ എം ടി ആയിട്ട് വന്നിരിക്കും. അതായത് നമ്മൾ എപ്പോഴും എം ടി ആയി വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും, എക്സ്ട്രാ കിട്ടും കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ ഇരുന്നിരുന്നില്ല, ഇപ്പൊ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാവുമ്പോ നമുക്ക് ഒന്നുകൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ പണ്ട് മുതലേ എനിക്ക് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാ, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോ യൂസ്ഫുൾ ആയി. എനിവേ അൽഹംദുലില്ലാ. അതന്നെ നിങ്ങള് പറഞ്ഞിരുന്നല്ലോ റൂബിക്സ് ക്യൂബിന്റെ കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾക്ക് ഭയങ്കര, അതില് ആളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ. ആള് വേൾഡ് റെക്കോർഡും അതേപോലെ ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ പേരുള്ള ആളാട്ടോ. ചെറിയ ആളാന്ന് വിചാരിക്കണ്ട. അറിയാത്തവരോട് പറയാണ്, ഹയ ഫാത്തിമേ, അത് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. സ്റ്റുഡന്റ് ആണ് കേട്ടോ, അതും കൂടെ ഹൈലൈറ്റ് ആണ്. കുറെ കാര്യങ്ങൾ മാഷാഅല്ലാ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിൽ വന്ന് ഫീഡ്ബാക്സ് പറയാറുണ്ട്. ആള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും അടിപൊളിയായി ചെയ്യാൻ പറ്റുന്ന. പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നം എന്താണ്, നമ്മളെ കയ്യിലൊക്കെ കുറെ നോളജ് ഉണ്ട്, കുറെ കാര്യങ്ങൾ അറിയാം, അതൊന്നും യൂസ് ചെയ്യൂല. നമ്മളൊരു പ്രശ്നം എന്താണ്, നമുക്കറിയാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും, നമ്മളെ കാര്യങ്ങളൊക്കെ അടിപൊളിയാവുന്നില്ല. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മളത് യൂസ് ചെയ്യൂല. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള റിസൾട്ടാണ് ആക്ച്വലി ഹയായാലും നമ്മളായാലും ഒക്കെ പറയല്. അപ്പൊ ഏറ്റവും അടിപൊളിയായി കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇപ്പൊ സാർ പുതിയൊരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിട്ടോ, അതും കൂടി പറയാം ജസ്റ്റ്. ഞാനിപ്പോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തു. ഇന്ന് ഞങ്ങൾക്കിപ്പോ ഈ ഒരു പ്രോഗ്രാം, അതായത് ഈ ഒരു മീറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ചെറിയൊരു ടീം മീറ്റ് ഉണ്ടായിരുന്നു മഫാസിയത്താന്റെ ഒക്കെ കൂടെ. അപ്പൊ ആളുടെ കൂടെ ഇരുന്നപ്പോ ആൾ എന്നോട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പോ ക്യൂബ് ഇങ്ങനെ ടൈമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ആള് ടൈമർ ഓൺ ആക്കി, ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തു. ഞാൻ പൊതുവെ ചെയ്യൽ ഒരു ക്യൂബ് 40 സെക്കൻഡ്സ് ഒക്കെയാണ്, അതായത് 40 സെക്കൻഡ് ഒക്കെയാണ് ഒരു ക്യൂബ്, 45 സെക്കൻഡ് ഒക്കെ. പക്ഷെ ഇന്ന് ചെയ്തപ്പോ അത് 35 സെക്കൻഡോ 34 സെക്കൻഡോ ആയി. അപ്പൊ ആളിനോട് ചോദിച്ചു ഇങ്ങനെ ഇത്ര ഫാസ്റ്റ് ആയി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ കോൺഷ്യസ്ക്ക് വരികയല്ലേ. അപ്പൊ ക്യൂബിങ്ങിനായിക്കോട്ടെ ഫോക്കസ് നല്ല വേണം, കോൺസെൻട്രേഷൻ നല്ല വേണം. അത് വന്നപ്പോ സ്പീഡ് കൂടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ ഞെട്ടി. പക്ഷെ പറഞ്ഞില്ല അങ്ങനെ. ഞാൻ പറഞ്ഞു പുതിയ റെക്കോർഡാണ് എന്ന് പറഞ്ഞ് ആളോട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അതെനിക്ക് തോന്നുന്നത് അറിയോ, നമ്മളുടെ ഉള്ളിലുള്ള ബ്ലോക്കുകള്, നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫുകളും ട്രോമകളും ഒക്കെ ഹീൽ ചെയ്യപ്പെടുന്ന സമയത്ത്, നമ്മുടെ മൈൻഡിന് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ മൈൻഡ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരും. നമ്മൾ പാസ്റ്റിലും അല്ല ഫ്യൂച്ചറിലും അല്ല, പ്രസന്റിൽ ജീവിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് നമ്മൾ ഒരു പ്രസന്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ആ ഒരു ഇതിൽ ഉല്ലാസം കണ്ടെത്തുന്ന രീതിയിൽ നമ്മൾ ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത്
നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ ലെവലും ക്ലാരിറ്റിയും ഒക്കെ ഭയങ്കര ഹൈ ആവും. നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ചെറിയ സമയം കൊണ്ട് വലിയ വർക്കുകൾ ചെയ്ത് തീർക്കാനുള്ള ക്ലാരിറ്റി മൈൻഡിന് കിട്ടും. നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആയി പോലും പെട്ടെന്ന് വേറെ ഒരു തോട്ടും വരൂല. ആരോ എന്തോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയാൽ തോറ്റു പോകുക അങ്ങനത്തെ ഒരു ചിന്തയെ ആ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവേ ഇല്ല. ഫുള്ളി പോസിറ്റീവിൽ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ? നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് വരിക. നമ്മളിപ്പോ സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ അധികം ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും വേണ്ട, ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ വരും ചില കാര്യങ്ങൾ. നമ്മൾ അറിയ പോലും ചെയ്യൂല. ആളുകൾക്ക് അത് ആരാണോ മുന്നിലിരിക്കുന്നത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ ഇമ്പാക്ട് ഉണ്ടാക്കി കിട്ടിയാൽ മതിയല്ലേ. എല്ലാവരെയും നന്നാക്കാനും എല്ലാവർക്കും വലിയ മാറ്റം കൊണ്ടുവരാനും ആർക്കും പറ്റില്ല. പക്ഷെ ചെറിയൊരു മാറ്റം ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള ചെറിയൊരു എഫേർട്ട് അടുത്ത ദിവസം എടുത്താണ്ടല്ലോ, ആ എഫേർട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ആ എഫേർട്ടിൽ നിന്നുണ്ടാവുന്ന റിസൾട്ടിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് അവര് ചെറിയ ചെറിയ പുതിയ പുതിയ എഫേർട്ടുകളും ഹാബിറ്റുകളും ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഈ ഹാബിറ്റുകളാണല്ലോ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഏതായാലും എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്യുക. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ചോദിക്കുകയാണ്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്, സോറി. നാനിസ്ല അതിന്റെ പേരല്ലേ മാർക്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതോ? നമ്മളെന്നും പറയുന്നതാണ്, മടി വിചാരിച്ചിരിക്കേണ്ട. നമ്മളിവിടെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആക്ച്വലി ഒരു വർക്കിംഗ് പ്ലേസ് ആണ്. യൂസ് ചെയ്യുക ഏറ്റവും അടിപൊളിയായിട്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? ഫീഡ്ബാക്ക് പറയാനോ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അതുകൊണ്ടായിരുന്നു. ഇല്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ ക്ലിയാരിറ്റി കുറവുള്ളതിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മനുഷ്യന്മാരാണെന്ന് നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടാണ് ഈ ലേറ്റ് ആയ സമയത്ത് നിങ്ങളിവിടെ ഇരുന്നിട്ടില്ല. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും പറയും ലൈഫിൽ ഓപ്ഷൻസ് ഏറ്റവും വയസ്സായി ചൂസ് ചെയ്യുന്നവരാണ് വിജയിക്കുക എന്നല്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പോയി സിനിമ ഇരുന്ന് കാണാമായിരുന്നു, പോയി കിടന്നുറങ്ങാമായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യായിരുന്നു. അതൊന്നും അല്ലാണ്ട് എനിക്ക് എവിടെയൊക്കെയോ വിജയിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്നൊരു തോട്ടിന്റെ പുറത്ത് നിങ്ങൾ അടിപൊളിയായി ആക്ഷൻ എടുത്ത് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഒരു പോസിബിൾ ആവുന്ന സമയത്ത് റൈറ്റ് ടൈമിൽ നിങ്ങളിലേക്ക് എത്തും. അപ്പൊ അതിന് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അഗൈൻ താങ്ക് യു ഓൾ. അത് മിസ്ന നിങ്ങളിപ്പോ പറഞ്ഞ സമയത്താണ് എൻ്റെ മൈൻഡിലേക്ക് ഒരു കാര്യം വന്നത്. ഇങ്ങനെ ഒരു ചെറിയൊരു എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമ്മൾ പറയാറില്ല, ചില ആളുകൾക്ക് ആ ഒരു രീതിയിൽ ചിലപ്പം ചില ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താന്ന് വെച്ചാല് നമ്മള് കർമ്മ എന്ന് കേൾക്കാറില്ലേ? കർമ്മ നമ്മൾ ടൈം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്താ കണക്ട് ചെയ്യുക? നമ്മൾ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്താല് നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും നമ്മൾ കേൾക്കാറില്ലേ? ഇതേ കർമ്മ ശരിക്കും പോസിറ്റീവ് ഉണ്ട്, പക്ഷെ അത് നമ്മൾക്ക് ആരും പറഞ്ഞു തരാത്തോണ്ടാ. നെഗറ്റീവ് കാര്യം ചെയ്താല് നെഗറ്റീവ് എന്തെങ്കിലും കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു പറഞ്ഞില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ നല്ല രീതിയിൽ ഒരു ടൈം നമ്മൾ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. അതും കർമ്മന്റെ ഒരു പവറാണ്. കർമ്മ നെഗറ്റീവ് മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ, പക്ഷെ പോസിറ്റീവ് ഉണ്ട് കർമ്മക്ക് എന്നുള്ളത് എല്ലാവരും മൈൻഡിൽ വെക്കുക. അപ്പോൾ ടൈം ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെല്ലായിടത്തും കേൾക്കുന്നതാണ് കർമ്മ ഇസ് ബാക്ക്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള വീഡിയോസിന്റെ ഒരു നെഗറ്റീവ് ഇന്ത്യൻസിനുള്ള വീഡിയോന്റെ താഴെ ആയിരിക്കും അത് കർമ്മ ഇസ് ബാക്ക് എന്ന്. നല്ലൊരു വീഡിയോന്റെ താഴെ നിങ്ങൾ നല്ലത് ചെയ്താൽ നമുക്ക് ആരും അറിയാതെ പറഞ്ഞു തരാറില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും ഫസ്റ്റ് നമ്മൾ ഈ കർമ്മ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കാൻ, അങ്ങനെയല്ല, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് വരിക എന്നുള്ള ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അത്രയേ നമ്മളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആകത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും ഇനിയെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? നമ്മളെ റെക്കോർഡിങ്സ് ഓഫ് ചെയ്യാണ്ട്. അപ്പൊ താങ്ക് യു ആൾ.